അരുംകൊല. തിരുവല്ലയിൽ CPIM നേതാവ് സന്ദീപിൻ്റെ കൊലപാതകത്തിൽ 4 RSS പ്രവർത്തകരെ പിടികൂടി. ജിഷ്ണു, നന്ദു, പ്രമോദ്, ഫൈസി എന്നിവരെയാണ് പിടികൂടിയത്. പ്രതികൾ പിടിയിലായത് ആലപ്പുഴ ജില്ലയിലെ കരുവാറ്റയിൽ നിന്നാണ്. ഇപ്പോൾ വിവരങ്ങളുമായി തിരുവല്ലയിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി ഷാജഹാൻ ചേരുകയാണ്. ഷാജഹാൻ, ഈ വിവരമറിഞ്ഞ് ഒട്ടേറെ ആളുകൾ അവിടേക്ക്, ആ പ്രദേശത്തേക്ക് ഇപ്പോൾ എത്തുന്നുണ്ടാകും. പോസ്റ്റ്മോർട്ടം നടപടികൾ എങ്ങനെയാണ്, അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ വന്നിട്ടുള്ളത്, അതുപോലെ തന്നെ അന്വേഷണം എങ്ങനെ പുരോഗമിക്കുന്നു, അങ്ങനെ ഒരുപാട് ഘട്ടങ്ങളുണ്ട്. ഈ രാഷ്ട്രീയ കൊലപാതകത്തിന് പിന്നിൽ ആസൂത്രണം ചെയ്തിട്ടുള്ള ഗൂഢാലോചന എങ്ങനെ, കൂടുതൽ പ്രതികളുണ്ടോ, പോലീസ് അന്വേഷണം എങ്ങനെ, അങ്ങനെ വിവിധങ്ങളായ വിഷയങ്ങൾ, പ്രശ്നങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ടല്ലോ. ഷാജഹാൻ. തീർച്ചയായിട്ടും ശരത്തെ, ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് തിരുവല്ല താലൂക്ക് ഓഫീസിനും ആശുപത്രിക്ക് മുന്നിലാണ്. ഇവിടെയാണ് ഇപ്പോൾ സന്ദീപിൻ്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ പുരോഗമിക്കുന്നത്. ഒരു 10 മിനിറ്റിനുള്ളിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിച്ച് മൃതദേഹം ബന്ധുക്കൾക്ക് കൈമാറും. ഇന്നലെ രാത്രി 8 മണിയോടുകൂടിയാണ് നാടിനെ നടുക്കിയ ദാരുണമായ സംഭവം നടന്നത്. BJPയുടെയും RSSൻ്റെയും ക്രിമിനലുകളാണ് സംഭവത്തിന് പിന്നിൽ. സംഭവവുമായി ബന്ധപ്പെട്ട് ഇന്നലെ തന്നെ ഏതാണ്ട് 4 പേരെ പോലീസ് പിടികൂടിയിരുന്നു. പ്രധാനമായിട്ടും ഈ പിടികൂടിയവരെല്ലാവരും തന്നെ BJPയുടെ സജീവ പ്രവർത്തകരാണ് എന്നുള്ളതാണ് നമുക്ക് ഇതിൻ്റെ അകത്ത് എടുത്തു പറയേണ്ടത് കാര്യം. അപ്പോൾ എത്രത്തോളം ഇതിൻ്റെ അകത്ത് ഈ കൊലപാതകത്തിന് പിന്നിൽ, ഈ രാഷ്ട്രീയ കൊലപാതകത്തിന് പിന്നിൽ BJPയുടെ പങ്ക് എത്രത്തോളം ഉണ്ട് എന്ന് വ്യക്തമാക്കുന്നതാണ്. മാത്രമല്ല, ഇന്ന് സന്ദീപിൻ്റെ ജന്മദിനമായിരുന്നു. അതിന് മുൻപായിട്ട് അദ്ദേഹം ചില സാധനങ്ങളും മറ്റും വാങ്ങുന്നതിന് വേണ്ടിയിട്ടാണ് പുറത്തേക്ക് പോയത്. മാത്രമല്ല, സന്ദീപിൻ്റെ ഭാര്യ സന്ദീപിന് ഇന്ന് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ ജന്മദിന സമ്മാനവും വാങ്ങി വീട്ടിൽ വെച്ചിരുന്നു. 2 കുട്ടികളാണ് ഈ കുടുംബത്തിനുള്ളത്. 2 വയസ്സും 6 മാസവും പ്രായമുള്ള 2 കുഞ്ഞുങ്ങളാണുള്ളത്. വളരെ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന ഒരു സാധാരണ കുടുംബത്തിലെ അംഗമാണ്. പക്ഷേ ജനങ്ങൾക്കിടയിലും പാർട്ടിക്കുള്ളിലും ഒക്കെ തന്നെ വളരെ മികച്ച രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവെച്ച് ജനങ്ങൾക്കിടയിൽ കോവിഡ് കാലത്തും അതോടൊപ്പം തന്നെ കഴിഞ്ഞ പ്രളയത്തിലുമൊക്കെ തന്നെ ജനങ്ങളോടൊപ്പം നിന്ന് പ്രവർത്തിച്ച ജനകീയനായിട്ടുള്ളൊരു നേതാവാണ്. അതുകൊണ്ട് കൂടിയാണ് ഈ പഞ്ചായത്ത് ഭരണം പോലും കഴിഞ്ഞ 27 വർഷത്തിന് ശേഷം CPMനെ പിടിച്ചെടുക്കാൻ സാധിച്ചത്. അത്തരത്തിൽ ജനകീയനായ ഒരു നേതാവിനെ വേർപെട്ടതിൻ്റെ വേദനയിലാണ് ഇപ്പോൾ എൻ്റെ ഈ ചുറ്റുപാടും നിൽക്കുന്ന ജനങ്ങൾ. അവർ ഓരോരുത്തരും ഇങ്ങോട്ടേക്ക് ഇപ്പോഴും എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിച്ച ശേഷം മൃതദേഹം ഇവിടുത്തെ 2 പാർട്ടി ഓഫീസുകളിലും പഞ്ചായത്ത് ഓഫീസിലും പൊതുദർശനത്തിന് വെച്ച ശേഷമായിരിക്കും വൈകിട്ട് 4 മണിയോടുകൂടി വീട്ടുവളപ്പിൽ സംസ്കരിക്കുക. ഷാജഹാൻ, ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ ഷാജഹാൻ കഴിഞ്ഞ കുറേ മണിക്കൂറുകളായി അവിടെ ഉണ്ടല്ലോ. പ്രദേശവാസികളായിട്ടുള്ള ആളുകൾ, അതുപോലെ തന്നെ സന്ദീപുമായി അടുപ്പമുള്ളവർ, സുഹൃത്തുക്കൾ, ബന്ധുക്കൾ, ഇവരൊക്കെ ഈ രാഷ്ട്രീയ കൊലപാതകം, സന്ദീപിനോടുള്ള ഈ പ്രതികളുടെ രാഷ്ട്രീയ വൈരാഗ്യം, ഇതേക്കുറിച്ച് പറയുന്നത് എന്താണ്? ഈ സംഭവത്തെക്കുറിച്ച് ആ വിധത്തിൽ ലഭിക്കുന്ന വിവരങ്ങൾ എന്താണ്? നേരത്തെ ഷാജഹാൻ പറഞ്ഞല്ലോ, ഇന്നലെ രാത്രി 8 മണിക്കാണ് ഈ സംഭവം ഉണ്ടായതെന്ന്. തീർച്ചയായിട്ടും. കാരണം നാട്ടുകാരും മറ്റും പറയുന്നത് ഈ പ്രദേശത്ത് വ്യാപകമായിട്ട് BJP പ്രവർത്തകർ CPMലേക്ക് വരുന്ന ഒരു പ്രവണത നമുക്ക് കാണാൻ സാധിച്ചു. കഴിഞ്ഞ 3-4 മാസമായിട്ട് ഇത് തുടർന്ന് വരികയാണ്. ഇതിന് പ്രധാനമായിട്ടും ഈ സന്ദീപിന് ഇവിടുത്തെ ജനങ്ങളുമായിട്ടും അതോടൊപ്പം മറ്റു പാർട്ടിക്കാരുമായിട്ടുള്ളൊരു അടുപ്പവും സന്ദീപിൻ്റെ പ്രവർത്തനങ്ങൾ, ഇതെല്ലാം കണ്ട് നല്ലൊരു വിഭാഗം ജനങ്ങളും CPMന് പിന്നിൽ അണിനിരക്കാൻ തയ്യാറായി വരുന്നു. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും BJPക്ക് ഉണ്ടായിരുന്ന ഒരു ആധിപത്യം നഷ്ടപ്പെടുകയും അത് അവരെ വളരെയധികം ദയനീയമായ ഒരു അവസ്ഥയിലേക്ക് എത്തിക്കുകയും ചെയ്യും. അപ്പോൾ അത് തടയുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു കൊലപാതകത്തിലൂടെ അവരുടെ നേതാവിനെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കുകയും ആ പ്രസ്ഥാനത്തെ ഇല്ലാതാക്കുകയും ചെയ്തുകൊണ്ട് തങ്ങളുടെ പാർട്ടിയെ നിലയുറപ്പിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ലക്ഷ്യം. ഇതിൻ്റെ ഭാഗമായിട്ടാണ് അങ്ങനെ വലിയ സംശയവും വലിയ ആരോപണവും ആ അർത്ഥത്തിൽ അതേക്കുറിച്ച് പോലീസും അന്വേഷിക്കുന്ന ഒരു ഘട്ടമാണ്. ഇപ്പോൾ അതിനെ ബലപ്പെടുത്തുന്ന 1-2 കാര്യങ്ങൾ ഇതിനോടകം വന്നു. ഇപ്പോൾ ആലപ്പുഴ ജില്ലയുടെ അതിർത്തി പ്രദേശമാണ്, അതിർത്തി പ്രദേശത്തിന് പുറം പത്തനംതിട്ട ജില്ലയിലാണ് ഇപ്പോൾ ഈ സംഭവം ഉണ്ടായത്. പക്ഷേ പ്രതികൾ പിടിക്കപ്പെട്ടത് അവിടെ നിന്നും എത്രയോ കിലോമീറ്റർ അകലെ ആലപ്പുഴ ജില്ലയുടെ മറ്റൊരു ഭാഗത്തായിട്ടുള്ള കരുവാറ്റ. ഒരു വളരെ പ്രാദേശികമായിട്ടുള്ള ഗുണ്ടാ സംഘങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും അടിപിടി സംഘങ്ങളോ ഒക്കെ ആണെങ്കിൽ അവർക്ക് ആ നിരത്തിലേക്ക് മാറുന്നതിനും വളരെ വേഗത്തിൽ സ്ഥലം മാറുന്നതിനും പുതിയ ഇടമൊരുക്കുന്നതിനുമൊക്കെ പരിമിതികൾ ഉണ്ടാകാം. പക്ഷേ ഇവർക്ക് വളരെ വേഗം ഈ കുറ്റകൃത്യം ചെയ്തതിന് ശേഷം മറ്റിടങ്ങളിലേക്ക് പോകാൻ വലിയ ഒത്താശ അതോടെ സംഭവിച്ചിട്ടുണ്ട്, നൽകിയിട്ടുണ്ട്, ലഭിച്ചിട്ടുണ്ട് എന്ന് വ്യക്തമാകുന്നുണ്ട്. അതുപോലെ തന്നെ ഈ പ്രതികളായി വന്നവരുടെ RSS BJP പശ്ചാത്തലം എങ്ങനെയാണ്? അതിൽ ഒരു കണ്ണൂരുകാരനായ ഒരു പ്രതി കൂടി ഉൾപ്പെട്ടിട്ടുണ്ടല്ലോ. കണ്ണൂരിൽ നിന്നൊരു ഫൈസി എന്നൊരു പ്രതി കൂടി ഉണ്ടല്ലോ. അതേക്കുറിച്ചുള്ള വിവരങ്ങൾ എന്താണ്?
തീർച്ചയായിട്ടും ശരത്തെ, ഇപ്പോൾ ഈ പോലീസ് പിടികൂടിയിരിക്കുന്ന 4 പ്രതികളിൽ ഒരാളാണ് കണ്ണൂറുകാരനായിട്ടുള്ള ഒരു ചെറുപ്പക്കാരൻ. പക്ഷേ ഇവരെല്ലാവരും തന്നെ ജയിലിൽ വെച്ചുള്ള പരിചയമാണ്. ഇപ്പോൾ ഈ BJPയുടെ നേതാവടക്കം 1-ാം പ്രതി അടക്കം BJPയുടെ സജീവ പ്രവർത്തകരാണ്. അവർ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന BJPയുടെ പരിപാടികളിൽ പോലും പങ്കെടുത്തു. ജയിലിൽ നിന്നും കഴിഞ്ഞ ദിവസം ഇറങ്ങിയ BJPയുടെ പ്രവർത്തകരെ സ്വീകരിച്ചത് ഈ നേതാക്കളൊക്കെയാണ്. ഇത്തരത്തിൽ ജയിലിൽ കിടന്ന് പരിചയപ്പെട്ടതാവണം ഈ ഫൈസലിനെ എന്നാണ് ഇപ്പോൾ പാർട്ടിക്കാർ പറയുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ ക്രിമിനലിനെ കൂടി ആലപ്പുഴയിൽ കൊണ്ടുവന്നുകൊണ്ടല്ലേ പത്തനംതിട്ടയുടെ അതിർത്തി സ്ഥലത്ത് കൊണ്ടുവന്നുകൊണ്ട് ഈ ഒരു കൊലപാതകത്തിന് വേണ്ടിയിട്ടുള്ള സംവിധാനം ഒരുക്കുകയായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് കഴിഞ്ഞ ദിവസം അവിടെ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ വരെ എത്തിയിരുന്നു എന്നുള്ള വാർത്തകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ വരുന്ന മണിക്കൂറുകളിൽ പോലീസ് അന്വേഷിക്കുന്നതായിരിക്കും. എന്തായാലും നിലവിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് ഇനിയും 1-2 പ്രതികൾ കൂടി പിടികൂടാനുണ്ട്. മാത്രവുമല്ല, ഇതിന് പിന്നിൽ നടന്ന ഗൂഢാലോചനയെക്കുറിച്ചും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ ഇനിയിപ്പോൾ പുറത്തു വരേണ്ടതുണ്ട്. എന്തായാലും പത്തനംതിട്ടയിൽ പ്രത്യേക പോലീസിൻ്റെ സ്ക്വാഡ് രൂപീകരിച്ചുകൊണ്ട് ഈ കേസുമായി ബന്ധപ്പെട്ട് സജീവമായിട്ടുള്ള അന്വേഷണവും നടന്നു വരികയാണ്. ശരത്, ഷാജഹാനാണ് തിരുവല്ലയിൽ നിന്ന് ഈ വിശദാംശങ്ങൾ ഇപ്പോൾ നൽകിയത്. ഒരു രാഷ്ട്രീയ കൊലപാതകം കൂടി അരങ്ങേറിയിരിക്കുകയാണ്. CPIM പ്രവർത്തകരാണ് ജീവൻ നഷ്ടമായത്. RSS പ്രവർത്തകരാണ് പ്രതികളായി വന്നിട്ടുള്ളത്. അവർ ആസൂത്രണം ചെയ്ത ഒരു വലിയ കൊലപാതകത്തിൻ്റെ ചുരുൾ അഴിയുകയാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചുകൊണ്ട് ആ നിലയിലുള്ള വിവരങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിന് പിന്നിൽ നടന്നിട്ടുള്ള വലിയ ഗൂഢാലോചന അതുകൂടി വ്യക്തമാകേണ്ടതുണ്ട്. ആ നിലയ്ക്ക് പോലീസ് അന്വേഷണം പുരോഗമിക്കുന്ന ഒരു ഘട്ടത്തിൽ ഓരോരോ വിവരങ്ങൾ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഇതുമായി ബന്ധപ്പെട്ട് വന്നുകൊണ്ടിരിക്കുന്നു. എന്താണ് ഈ പ്രതികളുടെ രാഷ്ട്രീയ വൈരാഗ്യം? സന്ദീപ് എന്ന CPIMൻ്റെ അവിടുത്തെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയോട് സന്ദീപിൻ്റെ പൊതുജന സമ്മതനായിട്ടുള്ള പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ, രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന നിലയിലുള്ള സ്വീകാര്യത, അവിടെ CPIM അടക്കമുള്ള ഇടതു പാർട്ടികൾക്കും ഇടതു സ്വീകാര്യതയും വർദ്ധിച്ചതും BJPയിൽ നിന്നൊക്കെ ഒരുപാട് ആളുകൾ ഈ ഇടതുപക്ഷത്തേക്ക് വരികയും CPIMലേക്ക് വരികയും ഒക്കെ ചെയ്യുന്നത് ഈ പ്രതികൾക്ക് ഈ കൃത്യം നിർവഹിക്കുന്നതിനുള്ള വലിയ ഒരു ഗൂഢാലോചനയ്ക്ക് കളമൊരുക്കി എന്ന പ്രാഥമിക വിവരങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഒട്ടേറെ രാഷ്ട്രീയ പ്രതികരണങ്ങളും ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട് വരുന്നു എന്നതുകൂടി വളരെ ശ്രദ്ധേയമാണ്. ഇപ്പോൾ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലൊക്കെ നോക്കിയാൽ UDFൻ്റെ ശക്തമായ കോട്ടയായി BJPയുടെ വളർച്ച ഒരുപാടുണ്ടാകും എന്ന് കരുതുന്ന, അവർ പ്രതീക്ഷിക്കുന്ന മണ്ഡലങ്ങളടങ്ങിയ പത്തനംതിട്ടയിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് എടുത്താൽ ഇടതുപക്ഷത്തിൻ്റെ വലിയ തേരോട്ടമായിരുന്നു എല്ലാ മണ്ഡലങ്ങളും സംഭവിച്ചത്. അങ്ങനെയുള്ള പത്തനംതിട്ടയിൽ പാർട്ടിയുടെ അടിവേരിളക്കിയതിലുണ്ടായ BJPയുടെ ഇളക്കിയതിലുണ്ടായ അസ്വസ്ഥതയാണ് സന്ദീപിൻ്റെ കൊലപാതകത്തിന് കാരണം എന്ന് DYFI അഖിലേന്ത്യാ പ്രസിഡന്റ് A. റഹീം പറയുകയുണ്ടായി. പത്തനംതിട്ടയിൽ വർഗീയത പ്രചരിപ്പിച്ച് രാഷ്ട്രീയ മുന്നേറ്റം ഉണ്ടാക്കാം എന്നായിരുന്നു BJPയുടെ ആഗ്രഹം. എന്നാൽ സന്ദീപ് അടക്കമുള്ള ഇടതുപക്ഷ പ്രവർത്തകർ ആ മോഹത്തെ തകർത്തെറിഞ്ഞു. അതിൻ്റെ പ്രതികാരമാണ് നിഷ്ഠൂരമായ കൊലപാതകത്തിന് പിന്നിലെന്നും A. റഹീം പറഞ്ഞു. ഈ അടുത്ത കാലത്ത് വലിയ രാഷ്ട്രീയ മാറ്റമുണ്ടായ ഒരു ജില്ലയാണ് പത്തനംതിട്ട. BJPയുടെ അടിവേരിളക്കി. തെക്കൻ തിരുവിതാംകൂറിൽ അവിടെ RSSന് വലിയ തോതിൽ വളർത്തിയെടുക്കാൻ കഴിയും, BJPക്ക് വലിയ രാഷ്ട്രീയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുമെന്ന് പറഞ്ഞ് BJP വലിയ പ്രതീക്ഷയോടുകൂടി കുറെ കാലമായി ഒരു സോഷ്യൽ ഇന്റർവ്യൂ നടത്താൻ ശ്രമിച്ച സ്ഥലമാണ് പത്തനംതിട്ട. പക്ഷേ അതിനൊന്നും പത്തനംതിട്ട വഴങ്ങി കൊടുത്തില്ല. പത്തനംതിട്ട സെക്കുലറായി നിന്നുവെന്ന് മാത്രമല്ല, നാൾക്ക് നാൾ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് പത്തനംതിട്ടയിൽ ശക്തി വർദ്ധിച്ചു. ഇത് BJPയെ ചെറുതായിട്ടല്ല പരിഭ്രാന്തപ്പെടുത്തിയത്. ഏറെക്കാലമായി അവിടെ വലിയ തോതിലുള്ള സംഘർഷാവസ്ഥ സൃഷ്ടിക്കുന്നതിന് ബോധപൂർവമായ പരിശ്രമങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു. തിരുവല്ലയിലെ CPM ലോക്കൽ സെക്രട്ടറി സന്ദീപിൻ്റെ കൊലപാതകത്തിൽ BJP RSS സംസ്ഥാന നേതൃത്വത്തിൻ്റെ പങ്ക് സംശയിക്കേണ്ടിയിരിക്കുന്നുവെന്ന് CPIM പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം R. സനൽകുമാർ. RSS ക്രിമിനലുകളെ പാർപ്പിക്കുന്നതിനായി സംസ്ഥാന നേതാവിൻ്റെ നേതൃത്വത്തിൽ തിരുവല്ലയിൽ വീട് വാടകയ്ക്കെടുത്തിട്ടുണ്ട്. ആ വീട്ടിൽ 2 ദിവസങ്ങൾക്ക് മുമ്പ് K. സുരേന്ദ്രൻ സന്ദർശനം നടത്തിയിരുന്നുവെന്നും സനൽകുമാർ കൈരളി ന്യൂസിനോട് പറഞ്ഞു. സന്ദീപിൻ്റെ കൊലപാതകത്തിൽ BJP RSS സംസ്ഥാന നേതൃത്വത്തിൻ്റെ പങ്ക് അന്വേഷിക്കണമെന്നും CPIM ആവശ്യപ്പെട്ടു. ഇത് കഴിഞ്ഞ ദിവസം ഇവിടെ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ ഇവിടെ വന്നിരുന്നു. അവരുൾപ്പെടെ സംസ്ഥാന നേതാക്കന്മാരുടെ അടക്കം അറിവോടുകൂടിയാണോ ഈ സംഭവം എന്നുകൂടി അന്വേഷണം നടത്തണമെന്നാണ് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നത്. ഈ ശ്രീവല്ലഭ ക്ഷേത്രത്തിന്റെ അടുത്ത് BJPയുടെ ഉന്നതനായ ഇവിടുത്തെ ഒരു പ്രാദേശിക നേതാവ് ഒരു വീട് തന്നെ വാടകയ്ക്കെടുത്ത് അവിടെ ആ കേന്ദ്രത്തിൽ ഈ സംഘങ്ങളെല്ലാം ചെല്ലുന്നുണ്ടെന്നാണ് ഞങ്ങൾക്ക് ഇപ്പോൾ അന്വേഷണത്തിൽ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അവിടെ ആ വീട്ടിൽ ഉൾപ്പെടെ സംസ്ഥാന നേതാവായിട്ടുള്ള സുരേന്ദ്രൻ ഉൾപ്പെടെ പോയിരുന്നു എന്നാണ് ഇപ്പോൾ ഞങ്ങൾക്ക് അറിയാൻ കഴിയുന്നത്. പോലീസ് അതിനെപ്പറ്റി എല്ലാം അന്വേഷിക്കണം. മാത്രമല്ല, സംസ്ഥാന അടിസ്ഥാനത്തിൽ ഉള്ള നിരവധി ജയിലുകളിലും മറ്റും ക്രിമിനൽ സ്വഭാവത്തോടുകൂടി കൊലപാതകവും മറ്റും ആസൂത്രണം ചെയ്യാൻ സന്നദ്ധരായിട്ട് നിൽക്കുന്ന മന്ത്രി വീണ ജോർജ് സംസാരിക്കുകയാണ്. അതിലേക്കൊന്ന് പോകാം. അപ്പോൾ ആ രീതിയിൽ അതിശക്തമായി ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവർക്ക് ഉൾപ്പെടെ എതിരെ
അതിശക്തമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കണം എന്നുള്ളതാണ്. ഇത് ശരിക്കും പാർട്ടിക്കും അതോടൊപ്പം തന്നെ ഈ പൊതുസമൂഹത്തിനും വലിയൊരു നഷ്ടമാണ് ഈ സന്ദീപിൻ്റെ വേർപാടിലൂടെ. നിശ്ചയമായിട്ടും. കാരണം ഒരു വിമർശനവുമില്ലാത്ത വളരെ മാന്യനും സൗമ്യനുമായിട്ടുള്ളൊരു പൊതുപ്രവർത്തകൻ, ഏറ്റവും പരോപകാരിയായിട്ടുള്ള ഒരു ചെറുപ്പക്കാരൻ, അങ്ങനെ ഒരാളെ ഒരു പ്രശ്നങ്ങളുമില്ലാതെ കൊലപ്പെടുത്തുക എന്നുള്ളത് ഒരു സമൂഹത്തിൻ്റെ മനസാക്ഷിയെ ഞെട്ടിക്കുന്നതാണ്. അത് ഒരു തലത്തിലും അംഗീകരിക്കാൻ കഴിയില്ല. ആരൊക്കെ ഇതിനെ പ്രവർത്തിച്ചിട്ടുണ്ടോ അവരെല്ലാം നിയമത്തിന് മുന്നിൽ കൊണ്ടുവരേണ്ടത് അനിവാര്യതയാണ്. കുടുംബത്തിനും വലിയൊരു നഷ്ടമാണ്. കാര്യം 2 കുഞ്ഞുങ്ങളും അച്ഛനും അമ്മയും അങ്ങനെ നിർത്തുന്ന കുടുംബമാണ്. അതെ. ഇപ്പോൾ ഏറ്റവും ഇളയ കുഞ്ഞിന് 45 ദിവസം മാത്രമേ പ്രായമുള്ളൂ. ആ കുടുംബത്തിന് നികത്താനാകാത്ത നഷ്ടമാണ്. അതോടൊപ്പം തന്നെ പൊതുസമൂഹത്തിനുണ്ടായിട്ടുള്ള, പ്രസ്ഥാനത്തിനുണ്ടായിട്ടുള്ള വളരെ ചുറുചുറുക്കോടെ പ്രവർത്തിക്കുന്ന സഖാവായിരുന്നു സഖാവ് സന്ദീപ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വിയോഗം ആ രീതിയിൽ ഇവിടെ നിൽക്കുന്ന ഓരോ സഖാവിനെയും ഈ പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം വളരെ നഷ്ടമാണ്. മന്ത്രി വീണ ജോർജാണ് അവിടേക്ക് എത്തിയിട്ടുള്ളത്. ഒരു പരാതി പറയാൻ പോലും ഇടവരുത്താത്ത മികച്ച നിലയിൽ പ്രവർത്തിച്ചു വന്ന ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ കൂടി സന്ദീപിനെ കാണേണ്ടതുണ്ട്. അങ്ങനെയുള്ള സന്ദീപിനെയാണ് ഈ വിധം അരുൺകൊല ചെയ്തത്. ഇതിന് പിന്നിൽ ആരൊക്കെ ഉണ്ടെങ്കിലും അവരെയെല്ലാം നിയമത്തിൻ്റെ മുമ്പിലേക്ക് കൊണ്ടുവരണം. ആ നിലയിൽ അന്വേഷണം മുന്നോട്ട് പോകണം എന്നാണ് അവിടെ എത്തിയ ആരോഗ്യമന്ത്രി വീണ ജോർജ് കൈരളി ന്യൂസിനോട് പറഞ്ഞത്. കരുത്തനും ഊർജ്ജസ്വലനുമായ നേതാവിനെയാണ് സന്ദീപിൻ്റെ കൊലപാതകത്തോടെ നാടിന് നഷ്ടമായതെന്ന് CS സുജാത. പാർട്ടിയെ തകർക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള ചിലരുടെ ഈ നീക്കം വിലപ്പോവില്ലെന്നും CS സുജാത പറഞ്ഞു. ശരിക്കും വളരെ ഞെട്ടലോടുകൂടിയാണ് പൊതുസമൂഹം ഈ വാർത്ത കേട്ടത്. ശരിക്കും CPIM-ൻ്റെ സമർത്ഥനായ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഈ കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷനിൽ പഞ്ചായത്ത് ഇടതുപക്ഷം തിരിച്ചു പിടിച്ചു. അതിലൊക്കെ നിർണായകമായ സംഭാവന ചെയ്ത ഒരു ചെറുപ്പക്കാരനാണ് അതിദാരുണമായി RSS ഗുണ്ടകൾ കൊലപ്പെടുത്തിയത്. നാട്ടിലെ സമാധാന അന്തരീക്ഷം തകർക്കാനും മുശിരന്മാരായിട്ടുള്ള പ്രവർത്തകരെ കൊലക്കത്തിക്കിരയാക്കി കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ തകർക്കാമെന്നാണ് അക്കൂട്ടർ കരുതുന്നതെങ്കിൽ അത് വൃഥാവിലാണ്. ഒരു നാട് മുഴുവൻ തേങ്ങുകയാണ്. ഇത്രയും മിടുക്കനായ ഒരു പാർട്ടി നേതാവിനെ, വളർന്നു വരുന്ന ഒരു ചെറുപ്പക്കാരനെ ക്രൂരമായി കൊലപ്പെടുത്തിയ ഈ സംഭവം. ഇപ്പോൾ ഈ നേതാക്കളൊക്കെ സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ നമ്മൾക്ക് ആ പ്രദേശത്ത് സന്ദീപിനെ പോലൊരു ചെറുപ്പക്കാരൻ CPIM പോലൊരു വലിയ പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയായി തുടർച്ചയായി പ്രവർത്തിച്ചു വരുന്നു. അതിലൂടെ ലഭിക്കുന്ന സ്വാധീനം ഒക്കെ മനസ്സിലാവുന്നതാണ്. അതാണ് ഈ നേതാക്കളെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ജനീഷ് കുമാർ MLA-യും അവിടെയുണ്ട്, ഞങ്ങളോട് സംസാരിക്കുകയാണ്. അതിലേക്ക് വേണ്ടി BJP-യുടെ ലീഡർഷിപ്പ് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ കൊലപാതകം നടന്നിട്ട്. അവർക്ക് ലീഡർഷിപ്പിന് പങ്കില്ല എന്നവർ പറയുന്നത് അടിസ്ഥാനരഹിതമാണ്. അവരുടെ ലീഡർഷിപ്പിൻ്റെ അറിവോടുകൂടിയാണ് ഇവിടെ ഒരു സംഘർഷമുണ്ടാക്കി പുതിയതായി ഈ പാർട്ടിയിലേക്ക് കടന്നു വരുന്ന ആളുകളെ തടയുക, അവരുടെ കൊഴിഞ്ഞുപോക്ക് അവസാനിപ്പിക്കുക എന്നുള്ളതാണ് അവർ ലക്ഷ്യം വെക്കുന്നത്. അതാണ് സന്ദീപിനെ തന്നെ അവർ തിരഞ്ഞെടുത്തത്. ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ്. സന്ദീപ് പഞ്ചായത്ത് മെമ്പറായി ആ നാട്ടിലെ വലിയ അംഗീകാരമുള്ള ഒരു ചെറുപ്പക്കാരനായിരുന്നു. അത്തരം ധാരാളം സന്ദീപുമാർ പത്തനംതിട്ട ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അവരെ എല്ലാം ഭീഷണിപ്പെടുത്തുക എന്നതാണ് BJPയും RSSും ലക്ഷ്യം വെച്ചിട്ടുള്ളത്. അവരുടെ ലീഡർഷിപ്പ്, അവരുടെ ദേശീയ നേതൃത്വം തന്നെ പത്തനംതിട്ട ജില്ല കേന്ദ്രീകരിച്ചുകൊണ്ട് ഇത്തരം അക്രമങ്ങൾക്ക് കഴിഞ്ഞ കുറേ കാലങ്ങളായി പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ശബരിമല ഉണ്ടായപ്പോഴും അവർ ഈ ജില്ല കേന്ദ്രീകരിച്ചുകൊണ്ടാണ് പ്രവർത്തിച്ചത്. അപ്പോൾ അവരുടെ ദേശീയ നേതൃത്വത്തിൻ്റെ ഉൾപ്പെടെ അവരുടെ സംസ്ഥാന ലീഡർഷിപ്പ് ഉൾപ്പെടെ ഈ ജില്ലയിൽ ക്യാമ്പ് ചെയ്തുകൊണ്ടാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പ്രവർത്തിച്ചിട്ടുള്ളത്. അവരുടെ എല്ലാം അറിവോടുകൂടി നടത്തിയിട്ടുള്ള അതിദാരുണമായ ഒരു കൊലപാതകമാണ്. പോലീസ് വളരെ ശക്തമായി തന്നെ നടപടികളുമായി മുമ്പോട്ട് പോകുന്നുണ്ട്. ഈ ഒരു സഹപ്രവർത്തകൻ കുറച്ചു കാലം നിങ്ങൾ കൂടെ ഒന്നിച്ച് പ്രവർത്തിച്ചതാണ്. അദ്ദേഹത്തിൻ്റെ വേർപാട് എങ്ങനെയാണ് നിങ്ങൾ ഓർക്കുന്നത്? തീർച്ചയായും സന്ദീപിൻ്റെ വേർപാട് ഇപ്പോഴും വിശ്വസിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി ഒക്കെ തിരുവല്ലയിലെത്തുമ്പോൾ സന്ദീപിൻ്റെ മുഖം ഒരിക്കലും മറക്കാൻ കഴിയുന്നതല്ല. സന്ദീപ് വളരെ സേവന മനസ്സുള്ള ഒരു സാമൂഹ്യ പ്രവർത്തകൻ, പൊതുപ്രവർത്തകനായിരുന്നു. ആളുകളെ സഹായിക്കുന്നതിൽ, ഇപ്പോൾ രക്തദാനം ചെയ്യുന്നത് പോലെയുള്ള പ്രവർത്തനം മാതൃകാപരമായി പ്രവർത്തിച്ചുകൊണ്ടാണ് സന്ദീപ് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ആ പ്രദേശത്ത് മാതൃകാപരമായി പ്രവർത്തിച്ചുകൊണ്ടാണ് സന്ദീപിനൊപ്പം മറ്റ് ചെറുപ്പക്കാരെല്ലാം കടന്നു വന്നിട്ടുള്ളത്. ഇവിടുത്തെ
DYFIക്കാർക്കും ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് പ്രവർത്തകർക്കും മാത്രമല്ല ആ നാട് ഒന്നാകെ ഇപ്പോഴും സന്ദീപ് വേർപെട്ടതിൻ്റെ വേദനയിൽ നിന്നും മുക്തമാകാൻ കഴിഞ്ഞിട്ടില്ല. അവരെല്ലാം സ്ത്രീകളും മറ്റാളുകളും മറ്റ് ധാരാളം ആളുകൾ വളരെ വൈകാരികതയോടുകൂടിയാണ് ഈ വാർത്ത കേട്ടിട്ടുള്ളത്. എന്തായാലും നേതൃത്വത്തിന് പങ്കുണ്ട്. BJP നേതൃത്വത്തിൻ്റെ അറിവോടുകൂടിയാണ് ഇത് നടന്നിരിക്കുന്നത് എന്നുള്ളതാണ് പൊതുവെ ഉയർന്നു വരുന്ന അല്ലെങ്കിൽ CPM മുന്നോട്ട് വയ്ക്കുന്ന ഒരു ആരോപണം. അല്ല, തീർച്ചയായും ഒരു സംശയവും വേണ്ട. അവരുടെ സ്റ്റേറ്റ് ലീഡർഷിപ്പ് എല്ലാം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഈ ജില്ലയിലുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഈ തിരുവല്ല പ്രദേശങ്ങളിലെല്ലാം ഉണ്ടായിരുന്നു. അവർ ആസൂത്രണം ചെയ്തതാണ്. അതല്ലാതെ സന്ദീപിനെ പോലെ CPIMൻ്റെ ഒരു LC സെക്രട്ടറിയെ കൊലപ്പെടുത്താൻ ഒന്നോ രണ്ടോ വ്യക്തികൾ വിചാരിച്ചാൽ നടക്കില്ല. അവരുടെ അറിവോടുകൂടിയാണ്, അവരൊരു സന്ദേശം കൊടുക്കാൻ വേണ്ടി അവർ ആസൂത്രണം ചെയ്തതാണ്. അവരുടെ ദേശീയ നേതൃത്വത്തിൻ്റെ ഭാഗമായിട്ടുള്ള ആളുകൾ ഈ ജില്ലയിലുണ്ടായിരുന്നു. ഇതെല്ലാം കണക്ട് ചെയ്ത് അന്വേഷണം പോകണം. ഇത് കേവലം ഒന്നോ രണ്ടോ വ്യക്തികൾ BJPയുടെ RSSൻ്റെ പ്രവർത്തകർ മാത്രം ചെയ്ത ഒരു പെട്ടെന്നുണ്ടായ ഒരു സംഘർഷത്തിൽ ഉത്ഭവിച്ചൊരു കൊലപാതകമല്ല. വളരെ ബോധപൂർവം വൈകിട്ട് അയാളിരിക്കുന്ന സ്ഥലം വരെ തിരിഞ്ഞെടുത്ത് ആ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ആളുകളെ കൊണ്ടുവന്ന് വളരെ ബോധപൂർവം മൃഗീയമായിട്ടല്ലേ 11ഓളം കുത്തുകളാണ് സന്ദീപിൻ്റെ പുറത്ത് മാത്രം ഉണ്ടായിട്ടുള്ളതെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. വളരെ മൃഗീയമായി ഒരു പ്രാകൃതമായ കൊലപാതകമാണ് നടത്തിയിട്ടുള്ളത്. BJPയിൽ നിന്നും ജില്ലയിലെ അവരുടെ ജില്ലാ നേതാക്കന്മാർ ഉൾപ്പെടെയുള്ള ആളുകളാണ് ആ BJP ഉപേക്ഷിച്ച് ഇപ്പോൾ CPMനൊപ്പം വരുന്നത്. ഇടതുപക്ഷത്തിലേക്ക് യുവമോർച്ച ജില്ലാ പ്രസിഡന്റ്, BJP ജില്ലാ പ്രസിഡന്റ്, അങ്ങനെയൊക്കെ പ്രവർത്തിച്ച ആളുകളെല്ലാം ഇപ്പോൾ DYFIയുടെയും CPMൻ്റെയും ഭാഗമായി വരുന്ന ഒരു സാഹചര്യം. അപ്പോൾ ആ സാഹചര്യത്തെ തടയിടുന്നതിന് വേണ്ടി ജില്ലയിലെ BJPയുടെ കൊഴിഞ്ഞുപോക്ക് അവസാനിപ്പിക്കുന്നതിന് വേണ്ടി അവർക്ക് ജില്ലയിൽ വലിയ വിഭാഗീയതയാണ്. അതെല്ലാം മറയാക്കുന്നതിന് വേണ്ടി അവരുടെ സ്റ്റേറ്റ് ലീഡർഷിപ്പിൻ്റെ അറിവോടുകൂടിയാണ് സന്ദീപിനെ കൊലപ്പെടുത്തിയിട്ടുള്ളത് എന്നാണ് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നത്. ശരത്തെ, ഇപ്പോൾ വളരെ കൃത്യമായിട്ട് വ്യക്തമാണ്. അതായത് കോന്നി MLA ജനീഷ് കുമാർ പറഞ്ഞത് എന്തുകൊണ്ട് ഇതൊരു രാഷ്ട്രീയ കൊലപാതകമാണ്, ആ രാഷ്ട്രീയ കൊലപാതകത്തിൻ്റെ പ്രതിസ്ഥാനത്ത് എന്തുകൊണ്ട് സംഘ് പരിവാർ RSS പ്രവർത്തകർ നിൽക്കുന്നു, BJP പ്രവർത്തകർ നിൽക്കുന്നു, അതുപോലെ യുവമോർച്ച പ്രവർത്തകർ നിൽക്കുന്നു എന്നതിൻ്റെ കൃത്യമായ വിശദീകരണമാണ് ഇപ്പോൾ കോന്നി MLA ജനീഷ് കുമാർ നൽകിയത്. കഴിഞ്ഞ കുറേ നാളുകളായി പത്തനംതിട്ടയിൽ BJP എന്ന രാഷ്ട്രീയ പാർട്ടിയും സംഘ് പരിവാറും RSSും നേരിടുന്ന വലിയ കൊഴിഞ്ഞുപോക്ക് എന്ന പ്രശ്നമുണ്ട്. ജനീഷ് പറഞ്ഞതിൽ പ്രത്യേകമായി ഞാൻ ഓർക്കുന്നത് യുവമോർച്ചയുടെ ജില്ലാ പ്രസിഡന്റ്, BJPയുടെ ജില്ലാ പ്രസിഡന്റ് അടക്കം ആ പാർട്ടികളൊക്കെ വിട്ട് ആ പ്രത്യയശാസ്ത്രം ഉപേക്ഷിച്ച് ഇടതുപക്ഷത്തേക്ക് വരുന്നു, CPIMുമായി സഹകരിക്കുന്നു എന്നതുപോലെയുള്ള പ്രശ്നം. അതുപോലെ തന്നെ ഗുരുതരമായൊരു പ്രശ്നം, ഇനി വരുന്ന അന്വേഷണത്തെ ഏറ്റവും ഗൗരവമായി അന്വേഷണത്തിൽ പരിശോധിക്കേണ്ടതായ ഒരു പ്രശ്നം ഈ നേതാക്കളൊക്കെ പറയുന്നുണ്ട്. ഒന്ന്, ഈ ശബരിമല സമരവുമായി ബന്ധപ്പെട്ട് പത്തനംതിട്ട ജില്ലയിൽ BJP രൂപം കൊടുത്തിട്ടുള്ള ഈ ഒരു സംവിധാനം, ക്രിമിനൽ ഗുണ്ട മാഫിയ സംഘങ്ങളെ ഒപ്പം ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളുടെ ഒരു സംഘം. നേരത്തെ സനൽകുമാർ പറഞ്ഞൊരു കാര്യമുണ്ട്, തിരുവല്ലയിൽ അതിനുവേണ്ടി ഒരു വാടക വീട് എടുത്തിട്ട് അവിടെ അത്തരം കേന്ദ്രീകരണം നടക്കുന്നു എന്ന ആരോപണം CPIM അവിടെ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അവിടേക്ക് ദേശീയ നേതാക്കൾ, ജനീഷ് കുമാർ MLA പറഞ്ഞതിൽ ദേശീയ നേതാക്കൾ എന്നതുകൂടിയുണ്ട്. BJPയുടെ ദേശീയ നേതാവ് കഴിഞ്ഞ ദിവസം അവിടെ എത്തിയിരുന്നു എന്ന് പറയുന്ന സാഹചര്യം. അപ്പോൾ ഇവരൊക്കെ എത്തുകയും അവർ വേണ്ട ആവേശവും ഒത്താശയും എല്ലാ പിന്തുണയും എല്ലാത്തരം പ്രവർത്തനങ്ങൾക്കും നൽകുന്നതോടെ ഇത്തരം മാഫിയ സംഘങ്ങൾ, ഇത്തരം ക്രിമിനൽ സംഘങ്ങൾ പൊതുപ്രവർത്തകരുടെ ജീവനെടുക്കുക, അവരുടെ രാഷ്ട്രീയ വൈരം ജീവനെടുത്ത് തീർക്കാൻ ശ്രമിക്കുന്ന വലിയ ഒരു ശ്രമം, അപകടകരമായ ഒരു പരിശ്രമം നടത്തുന്നതിൻ്റെ ജില്ലയായി പത്തനംതിട്ട മാറും. നിരന്തരം ഇത്തരം ആക്രമണങ്ങൾ പല കോണുകളിലും നേരിടുന്നുണ്ട്, അനുഭവിക്കുന്നുണ്ട് എന്ന് CPIM നേതാക്കൾ പറയുന്ന സാഹചര്യം. അവിടെയാണ് സന്ദീപിൻ്റെ കൊലപാതകം, അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഓരോന്നായി പുറത്തു വരുമ്പോൾ ഈ നേതാക്കൾ ഇപ്പോൾ നൽകുന്ന ഈ വിശദീകരണങ്ങൾ, ഇപ്പോൾ നൽകുന്ന ഈ വിവരങ്ങൾ വളരെ ഗുരുതരമാണ്, വളരെ പ്രാധാന്യമുള്ളതാണ്. അത് അന്വേഷണത്തിൻ്റെ തുടരന്വേഷണത്തിൽ വെളിച്ചത്ത് വരേണ്ട കുറേ ഏറെ വിവരങ്ങൾ കൂടിയാണ്. സന്ദീപിൻ്റെ കൊലപാതകത്തിൽ പിടിയിലായത് സംഘ് പരിവാർ നേതാക്കളാണെന്ന് പത്തനംതിട്ട DYSP സജീവ് പറയുകയുണ്ടായി. പ്രാഥമികമായി ലഭിക്കുന്ന വിവരങ്ങളനുസരിച്ച് അക്രമത്തിന് നേതൃത്വം നൽകിയ ജിഷ്ണു RSS BJP അക്രമപ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട കേസിൽ പ്രതിയാണെന്നും DYSP പറയുന്നു. അല്ല, അതിനെ സംബന്ധിച്ച് ഒരു തീർച്ച പറയാറായിട്ടില്ല. എന്നാലും ഇദ്ദേഹം നേരത്തെ ഒരു സംഘപരിവാർ പ്രവർത്തകനാണ് എന്ന് ഉള്ള അറിവാണ് ലഭിച്ചിട്ടുള്ളത്. അതിൻ്റെ മറ്റുള്ള ഡീറ്റെയിൽസ് അന്വേഷണത്തിന് ശേഷം വെളിവാകുന്നതാണ്. മറ്റേതെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ ഇതിനകത്തുണ്ടോ എന്നുള്ളത് പ്രാഥമികമായിട്ട് അങ്ങനെ ഒരു ഇതാണ് കാണുന്നത്.
ഇപ്പോൾ നമ്മൾ മുമ്പ് കേട്ട രാഷ്ട്രീയ നേതാക്കൾ, CPIM നേതാക്കൾ, ജനപ്രതിനിധികളൊക്കെ നൽകിയ വിശദീകരണത്തിന് അവർ പറഞ്ഞതിനെ ശരിവെക്കും വിധമാണ് പോലീസിൻ്റെ പ്രാഥമികമായ അന്വേഷണം മുന്നോട്ട് പോകുന്നത് നൽകുന്ന വിവരങ്ങൾ വ്യക്തമാക്കുന്നത്. മിഡ് ഡേ ന്യൂസ് തുടരുകയാണ്. സന്ദീപിൻ്റെ രാഷ്ട്രീയ കൊലപാതകവുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് കൂടുതലായി വന്നുകൊണ്ടിരിക്കുന്നത്. അതാണ് പ്രേക്ഷകരിലേക്ക് ഈ മണിക്കൂറിൽ കൂടുതലായി എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ പ്രതിനിധി ജീവൻ കുമാർ കൂടി ചേരുകയാണ്. നേരത്തെ DYSP പറഞ്ഞത് നമ്മൾ കേട്ടു, രാഷ്ട്രീയ നേതാക്കൾ, ജനപ്രതിനിധികൾ പറയുന്നത് കേട്ടു. പത്തനംതിട്ട ജില്ലയിൽ ഇപ്പോൾ സംഘ് പരിവാർ പൊതുവിൽ നടത്തിവരുന്ന പ്രവർത്തനങ്ങളുടെ, അക്രമ പ്രവർത്തനങ്ങളുടെ ഒരു വളരെ പ്രധാനപ്പെട്ട ഉദാഹരണമായി സന്ദീപിൻ്റെ കൊലപാതകം മാറുകയാണോ? തുടക്കത്തിൽ ജീവൻ ഓർക്കുന്നുണ്ടാവും, ഇന്നലെ രാത്രി 8 മണിക്ക് സംഭവിച്ചതിന് ശേഷം വ്യക്തിവൈരാഗ്യമാണ് എന്ന് പ്രത്യേകം പറയാൻ ശ്രമിക്കുന്നത് തുടക്കത്തിൽ കണ്ടു. അതിന് പോലീസിനെ തന്നെ കൂട്ടുപിടിക്കുന്ന നിലയിലേക്കുള്ള മാധ്യമ വാർത്തകൾ വരുന്നു. പിന്നാലെ ഒന്നൊന്നായി വന്ന പ്രതികൾ അവരുടെ രാഷ്ട്രീയ ബന്ധം, RSS ബന്ധം അല്ലെങ്കിൽ BJP ബന്ധം പുറത്തുവരുന്ന നിലയിൽ കാര്യങ്ങൾ മാറുകയായിരുന്നു. ഒരു രാഷ്ട്രീയ കൊലപാതകത്തിലേക്ക് സംശയമൊന്നുമില്ലാത്ത വിധം ഈ ഏതൊക്കെ തരത്തിൽ ഇത് വ്യക്തിവൈരാഗ്യമാണ് അല്ലെങ്കിൽ കുത്തേറ്റ് മരിച്ചതാണ് എന്ന് പറയാൻ ശ്രമിച്ചപ്പോഴും അതല്ല യാഥാർത്ഥ്യം എന്നത് കൂടുതൽ വെളിപ്പെട്ട് ഉറപ്പിച്ച് മുന്നോട്ട് പോവുകയാണോ ജീവൻ? വരുന്ന ഓരോ വിവരങ്ങൾ നോക്കിയാൽ ചുരുക്കത്തിൽ. ശരത്ത് വളരെ കൃത്യമാണ്. കാരണം ഇത് സംബന്ധിച്ച് വരുന്ന ആദ്യം മുതൽ തന്നെ ഇത് ഒരു രാഷ്ട്രീയ കൊലപാതകമല്ല എന്ന് സ്ഥാപിക്കണമെന്ന ബോധപൂർവമായ ഇൻറ്റൻഷൻ ഒരു വിഭാഗം മാധ്യമങ്ങൾക്കുണ്ടായിരുന്നു എന്നത് വ്യക്തമാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തിരുവല്ല DYSPയുടേതായി വന്ന മറ്റൊരു മാധ്യമത്തിൽ ടെലികാസ്റ്റ് ചെയ്തൊരു ബൈറ്റ് നമ്മൾ കാണാനിടയായി. അതിൽ തന്നെ അദ്ദേഹം വളരെ സ്പെസിഫിക്കായി പറയുന്നുണ്ട്, ഇത് സംബന്ധിച്ചുള്ള അന്വേഷണം നടക്കുന്നതേ ഉള്ളൂ, എനിക്ക് കൂടുതലായി ചോദ്യം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നത്. ഇപ്പോൾ നമ്മൾ ടെലികാസ്റ്റ് ചെയ്ത ബൈറ്റിൽ DYSP വളരെ ആധികാരികമായി തന്നെ ഇതിലെ ഒരു പ്രതി ഇപ്പോൾ തിരുവല്ലയിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ്. ഇപ്പോൾ സന്ദീപിന്റെ മൃതദേഹം ആംബുലൻസിലേക്ക് കയറ്റുകയാണ്. തിരുവല്ല താലൂക്ക് ആശുപത്രിയിൽ സന്ദീപിന്റെ മൃതദേഹം പാർട്ടി പ്രവർത്തകർ ഏറ്റുവാങ്ങി ആംബുലൻസിലേക്ക് കയറ്റുന്നു. ഞങ്ങളുടെ പ്രതിനിധി ഷാജഹാൻ അവിടെയുണ്ട്. തിരുവല്ലയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. ഷാജഹാൻ അവിടെ നിന്ന് ചേരുകയാണ്. അവിടെ ഒത്തുകൂടിയ പാർട്ടി പ്രവർത്തകർ അവിടെ നിന്ന് യാത്രാമൊഴി, മുദ്രാവാക്യം വിളിച്ച്, ഇൻകുലാബ് വിളിച്ച് യാത്രാമൊഴി നൽകുകയാണ്. ഞങ്ങളുടെ പ്രതിനിധി ഷാജഹാൻ അവിടെ നിന്ന് ചേരുന്നു. ഷാജഹാൻ, വികാരനിർഭരമായ ഒരു രംഗം തന്നെയാണ്. ഇന്നലെ വരെ തങ്ങൾക്കൊപ്പം സജീവമായി പ്രവർത്തനങ്ങൾക്ക് മുൻപിൽ നിന്ന തങ്ങളുടെ സഹപ്രവർത്തകൻ, നേതാവ് ഇന്നില്ല എന്ന യാഥാർത്ഥ്യത്തോടു കൂടി തന്നെ ഇന്നിപ്പോൾ സന്ദീപിൻ്റെ മൃതദേഹം താലൂക്ക് ആശുപത്രിയിൽ നിന്ന് സന്ദീപിൻ്റെ നാട്ടിലേക്ക് അവിടെ നിന്ന് അയക്കേണ്ട അവസ്ഥയിലാണ് അവിടുത്തെ പ്രവർത്തകർ. ആ കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടത്. ഏതായാലും ജീവൻ പറഞ്ഞു വന്ന ഒരു സാഹചര്യത്തെ കൂടുതൽ ബലപ്പെടുത്തുക, അല്ലെങ്കിൽ മുമ്പ് നമ്മളോട് സംസാരിച്ച നേതാക്കളും ജനപ്രതിനിധികളും ഒക്കെ പറഞ്ഞതുപോലെ തന്നെ BJP നേതാക്കളും ഈ കേസിൽ ഇപ്പോൾ പ്രതിയാക്കപ്പെട്ടവരും തമ്മിലുള്ള അടുത്ത ബന്ധത്തെ സൂചിപ്പിക്കുന്ന ചിത്രങ്ങൾ കൂടി നമ്മൾക്ക് സ്ക്രീനിൽ കാണാനായി എന്നതുകൂടിയുണ്ട്. അതിന് തൊട്ട് മുമ്പ് തിരുവല്ലയിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളുമാണ് നമ്മൾ കൊടുത്തത്. ജീവൻ പറഞ്ഞത് പൂർത്തിയാക്കും. ഈ കേസിലെ ഏറ്റവും മുഖ്യ പ്രതി എന്നത് ഈ പഞ്ചായത്ത് കമ്മിറ്റിയുടെ, യുവമോർച്ചയുടെ പഞ്ചായത്ത് കമ്മിറ്റിയുടെ പ്രസിഡന്റായി ജിഷ്ണുവാണ്. ജിഷ്ണു കൂട്ടിയോജിപ്പിച്ച, ജിഷ്ണുവാണ് ഈ കൊലപാതകത്തിൻ്റെ ഏറ്റവും കിൻപിങ് എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന വ്യക്തി. അദ്ദേഹം കൂട്ടിയോജിപ്പിച്ച വ്യക്തികളെയാണ് ബാക്കിയുള്ളവരെല്ലാവരും. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഒരു കൊലപാതകം ഉണ്ടാകുന്നു, ആ കൊലപാതകത്തിന് ശേഷം പ്രതികൾ മറ്റൊരു ജില്ലയിലേക്ക് വളരെ വേഗം രക്ഷപ്പെടുന്നു. പോലീസ് അവരെ പിന്തുടർന്ന് വളരെ വേഗം പിടികൂടുന്നു. സ്വാഭാവികമായും ഒരു സാധാരണ ഒരു പഞ്ചായത്തിനുള്ളിലോ അല്ലെങ്കിൽ ഒരു വാർഡ് പ്രദേശത്തൊക്കെ ഒതുങ്ങി നിൽക്കുന്ന ക്രിമിനലുകളാണെങ്കിൽ അവർക്ക് ജില്ലയ്ക്ക് പുറത്തേക്ക് വളരെ വേഗം പോയി ഒളിക്കാനോ ഉള്ള ഒരു സാഹചര്യമൊന്നും ഉണ്ടാവില്ല. സ്വാഭാവികമായി ഇതിൻ്റെ ഒരു കോർഡിനേഷൻ ഉണ്ടാവും എന്നത് ഉറപ്പാണ്. രണ്ട്, CPIMൻ്റെ നേതാക്കന്മാരായിട്ടുള്ള ആളുകൾ പറയുന്നത് വെച്ച് അതിനെ ആധാരപ്പെടുത്തി നോക്കുകയാണെങ്കിൽ തിരുവല്ല കഴിഞ്ഞ കുറച്ച് നാളുകളായി തന്നെ, പ്രത്യേകിച്ച് സന്ദീപിൻ്റെ നേതൃത്വത്തിൽ 27 കൊല്ലമായി UDFന് ഭരണമുണ്ടായിരുന്നൊരു പഞ്ചായത്ത് അട്ടിമറിച്ചുകൊണ്ട് അവിടെ വരുന്നു.
LDF അധികാരം പിടിച്ചെടുക്കുന്നു. LDF അധികാരത്തിൽ വന്നതിന് ശേഷം അവിടെ വലിയ മാറ്റങ്ങൾ, പ്രത്യേകിച്ച് 2018 പ്രളയത്തിന് ശേഷം ഇങ്ങോട്ട് സന്ദീപിൻ്റെ നേതൃത്വത്തിൽ ഒരു വിഭാഗം ചെറുപ്പക്കാർ തന്നെ അവിടെ വരുന്നു. അയ്യപ്പ സംരക്ഷണ സമിതിയുമായി നടന്ന ശബരിമല പ്രക്ഷോഭ കാലത്ത് ഉണ്ടായിരുന്ന ഒരു സംഘം BJP പ്രവർത്തകർ കൂടുതലായി CPM-ലേക്ക് എത്തുന്നു. അങ്ങനെ വ്യക്തിവിരോധം ഉണ്ടാവാനുള്ള എല്ലാ കാരണങ്ങളും ഈ കൊലപാതകത്തിന് പിന്നിലുണ്ട് എന്ന് ഇരിക്കെ കൈരളി ന്യൂസ് മാത്രമാണ് ഇത് ആദ്യം മുതൽ തന്നെ ഈ കൊലയ്ക്ക് പിന്നിൽ രാഷ്ട്രീയ കാരണങ്ങളാണ്, രാഷ്ട്രീയ കൊലപാതകമാണ് എന്ന് ആധികാരികമായി തെളിയിക്കുന്ന കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഓരോ നിമിഷം ചെല്ലും തോറും പുതിയ പുതിയ ചിത്രങ്ങൾ പുറത്തു വരികയാണ്. ഈ കേസിലെ മുഖ്യപ്രതിയുടെ ഈ BJP-യുടെ ഇൻവോൾവ്മെൻറ്റ് പുറത്തു വരികയാണ്. അതിനെ സ്ഥാപിക്കുന്ന തെളിവുകളാണ് ഇപ്പോൾ CPM-ൻ്റെ നേതാക്കന്മാരായിട്ടുള്ള സനൽകുമാർ ഒപ്പം KU ജനീഷ് കുമാർ എന്നിവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആദ്യം മുതൽ തന്നെ നമുക്ക് ഇങ്ങോട്ട് CPM-ൻ്റെ പ്രവർത്തകർ കൊല്ലപ്പെട്ട കഴിഞ്ഞ ഒരു വർഷത്തെ എല്ലാ കേസിലും ആദ്യം മനസ്സിലാക്കേണ്ടത് കായംകുളത്ത് സിയാദ് കൊല്ലപ്പെട്ട ഘട്ടത്തിൽ അന്ന് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷനായിരുന്ന ലിജു പറഞ്ഞത് ഈ കേസുമായി കോൺഗ്രസിന് ബന്ധമില്ലെന്നാണ്. എന്നാൽ പിന്നീട് ആ കേസിലെ കുറ്റപത്രത്തിൽ കാവിൽ നിസാം എന്ന കോൺഗ്രസിൻ്റെ കൗൺസിലർ പ്രതിയായി. ഹക്കിൻ്റെയും മിഥിലാജിൻ്റെയും കൊലപാതകം എന്ന ഘട്ടത്തിൽ അന്നത്തെ KPC അധ്യക്ഷനായിരുന്ന മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞത് ഈ കേസ് ഗുണ്ടാ സംഘങ്ങൾ തമ്മിലുള്ള കുടിപ്പകയാണെന്നാണ്. എന്നാൽ അങ്ങനെയല്ല എന്ന് പിന്നീട് വെളിപ്പെട്ടു. സനൂപ്, കുന്നംകുളത്ത് സനൂപ് കൊല്ലപ്പെടുന്ന ഘട്ടത്തിൽ അന്ന് BJP-യുടെ ജില്ലാ പ്രസിഡന്റായിരുന്ന KK അനീഷ് കുമാർ പറഞ്ഞത് ഈ കേസുമായി ബന്ധം. അങ്ങനെ നമ്മൾ ഇങ്ങോട്ട് എടുത്തു നോക്കുകയാണെങ്കിൽ എല്ലാ ഘട്ടത്തിലും ഒരു കൊലപാതകത്തിലും ബന്ധമില്ല എന്ന് BJP കോൺഗ്രസ് നേതാക്കന്മാർ പറഞ്ഞിട്ട് പിന്നീട് അത് സംബന്ധിച്ചുള്ള കൂടുതൽ തെളിവുകൾ പുറത്തു വരികയാണ് ഉണ്ടാകുന്നത്. ഈ കേസിലും അതാണ് സംഭവം. അതെ, ജീവൻ സൂചിപ്പിച്ചതുപോലെ ഇന്നലെ ഈ കൊലപാതക വിവരം വന്ന ഘട്ടം മുതൽ തന്നെ എന്തുകൊണ്ടാണ് ഇതൊരു രാഷ്ട്രീയ കൊലപാതകമാകുന്നത്, ഏതുതരം രാഷ്ട്രീയ വൈരമാണ് സന്ദീപിനോട് ഈ പ്രതികൾക്കുള്ളത്, അല്ലെങ്കിൽ കൊലപാതകികൾ കൊലയാളികൾക്കുള്ളത്? അപ്പോൾ ആ സമയത്ത് പ്രതികൾ ആര് എന്ന് തിരിച്ചറിഞ്ഞിരുന്നില്ല. പക്ഷേ അത്തരം വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ, ബോധ്യമുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് കൊടുത്ത വാർത്ത കൈരളി ന്യൂസിന് ഒരു ഘട്ടത്തിലും അതിൽ നിന്ന് പിന്നോട്ട് പോകേണ്ടി വന്നില്ല. പല മാധ്യമങ്ങളും ഇതുമായി ബന്ധപ്പെട്ട പല ചാഞ്ഞും ചരിഞ്ഞും ചെന്ന നിലപാടുകൾ സ്വീകരിച്ചപ്പോൾ ഇതിൽ ഈ കേസിൻ്റെ ശരിയായ വിവരങ്ങൾ തുടക്കം മുതൽ ഈ മണിക്കൂർ വരെയും കൃത്യമായി പ്രേക്ഷകരിലേക്ക് മുമ്പിൽ ഓരോ നിമിഷവും എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. വലിയ പ്രതിഷേധങ്ങൾ DYFIയുടെയും മറ്റും നേതൃത്വത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. തിരുവനന്തപുരത്ത് ഈ കൊലപാതകത്തിന് എതിരെ, RSSൻ്റെ ഈ കൊലപാതക രാഷ്ട്രീയത്തിന് എതിരെ, സംഘ് പരിവാർ രാഷ്ട്രീയത്തിനെതിരെ DYFIയുടെ പ്രതിഷേധം നടക്കുന്നു. തിരുവല്ലയിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ കേരളത്തിൽ നടന്നിട്ടുള്ള ഈ കൊലപാതക രാഷ്ട്രീയങ്ങളുടെ യാഥാർത്ഥ്യങ്ങൾ കൂടി പ്രേക്ഷകർക്ക് മുമ്പാകെ വെച്ചുകൊണ്ടാണ് കൈരളി ന്യൂസ് ഇതിൻ്റെ വിവരങ്ങൾ തത്സമയം പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. കഴിഞ്ഞ ഒരു 2-3 കൊല്ലത്തിനിടയിൽ ഉണ്ടായത് BJP-യുടെ ജില്ലാ അധ്യക്ഷൻ, യുവമോർച്ചയുടെ ജില്ലാ അധ്യക്ഷൻ തുടങ്ങിയവരെല്ലാം BJP-യിൽ നിന്ന് വിട്ടുപോയ ഒരു വലിയ വിഭാഗം BJP അനുഭാവികളോ പ്രവർത്തകരോ CPIM-ൻ്റെ ഭാഗമാവുകയും ചെയ്തു. അത്തരം ഒരു വലിയ രാഷ്ട്രീയമായി തിരിച്ചടിയേറ്റ് നിൽക്കെ ഇത്തരമൊരു കൊലപാതകം ഉണ്ടാവേണ്ടത് അവരെ സംബന്ധിച്ചിടത്തോളം അനിവാര്യതയായിരുന്നു എന്ന് CPIM ആരോപിക്കുമ്പോൾ അതിൽ വസ്തുതയുണ്ടെന്ന് കരുതേണ്ടത്. തീർച്ചയായും അത്തരം വിവരങ്ങളാണ്, അതുമായി പൊരുത്തപ്പെടുന്ന വിവരങ്ങളാണ് കൂടുതലായി വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ തിരുവനന്തപുരത്ത് DYFIയുടെ പ്രതിഷേധ സമരമാണ് സ്ക്രീനിൽ കാണുന്നത്. ഷിജു ഖാൻ സംസാരിക്കും. തെറ്റാണെന്ന് പറയാൻ കേരളത്തിലെ വലതുപക്ഷ ബൂർഷ്വാ മാധ്യമങ്ങൾ ഇനിയെങ്കിലും തയ്യാറാകേണ്ടതുണ്ട്. CPIM വിരുദ്ധത, ഇടതുപക്ഷ വിരുദ്ധത തലയിൽ പിടിച്ച വലതുപക്ഷ മാധ്യമങ്ങളെ ഇത് തെറ്റാണെന്ന് പറയാൻ, ഈ തെരുവിൽ വീണ ചോര, ഈ തെരുവിൽ വീണ ഈ ചിതറിത്തെറിച്ചിരിക്കുന്ന നിരപരാധിയുടെ ചോരയ്ക്ക് വിലയുണ്ടെന്ന് നിങ്ങൾക്ക് പറയാൻ കരുത്തുണ്ടോ? നിങ്ങൾക്ക് പറയാൻ മനസ്സുണ്ടോ? ഇല്ല. നിങ്ങളുടെ ഈ വ്യാജമായ മുഖം കേരളീയ സമൂഹം തിരിച്ചറിയും. ഞങ്ങളുടെ സന്ദീപിൻ്റെ വീട്ടിൽ 2 കുഞ്ഞുങ്ങളുണ്ട്, 2 പിഞ്ചോമനകളുണ്ട്. വരുമ്പോൾ വൈകുന്നേരം മക്കൾക്ക് കൊണ്ടുവരാമെന്നേറ്റ മിഠായിയും കാത്തിരിക്കുന്ന 2 കുഞ്ഞുങ്ങളുണ്ട്. ആ കുഞ്ഞുങ്ങളുടെ മുഖത്തേക്ക് നോക്കണം. പ്രിയപ്പെട്ട സന്ദീപിൻ്റെ പ്രിയപത്നി, മാതാപിതാക്കൾ, കുടുംബാംഗങ്ങൾ, തൻ്റെ കുടുംബത്തിൻ്റെ അത്താണിയായിരുന്ന ഒരു നിരപരാധിയായ മനുഷ്യൻ്റെ ചോര ചിതറുന്നത് കണ്ട് ദുഃഖിച്ചിരിക്കുന്ന, സങ്കടപ്പെട്ടിരിക്കുന്ന കുടുംബാംഗങ്ങളുണ്ട്, അയൽക്കാരുണ്ട്, ബന്ധുമിത്രാദികളുണ്ട്. ആ ചോരയ്ക്ക് വിലയുണ്ടെന്ന് കേരളത്തിലെ സംഘപരിവാറെ നിങ്ങൾ മനസ്സിലാക്കും. ഒരു സംശയവും വേണ്ട. ജനാധിപത്യ പ്രതിഷേധ മാർഗങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സംഘടിതമായ പ്രതിരോധം ഞങ്ങൾ സംഘടിപ്പിക്കുക തന്നെ ചെയ്യും. നിങ്ങളുടെ രാഷ്ട്രീയം ന്യൂനപക്ഷ വിരുദ്ധതയാണ്, നിങ്ങളുടെ രാഷ്ട്രീയം കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയാണ്, നിങ്ങളുടെ രാഷ്ട്രീയം ജനാധിപത്യ വിരുദ്ധതയാണ്. ആ രാഷ്ട്രീയത്തിന് മുന്നിൽ തല കുനിക്കാൻ ഞങ്ങൾക്ക് മനസ്സില്ല.
ആ രാഷ്ട്രീയത്തിന് മുന്നിൽ പിന്മാറാൻ ഞങ്ങൾക്ക് മനസ്സില്ല. ഈ കേരളത്തിലെ ലക്ഷക്കണക്കിന് DYFI പ്രവർത്തകർ ഇന്ന് പ്രഖ്യാപിക്കുന്നു, ഈ സംഘപരിവാറിൻ്റെ ധാർഷ്ട്യത്തെ പരാജയപ്പെടുത്തുന്ന വലിയ പോരാട്ടങ്ങൾ കേരളത്തിൽ ഉയർന്നു വരും എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ പ്രതിഷേധ മാർച്ചിനെ അഭിവാദ്യം ചെയ്തുകൊണ്ട് എൻ്റെ വർത്തമാനം ചുരുക്കുന്നു. അഭിവാദ്യം. DYFIയുടെ പ്രതിഷേധ സമരം ഇപ്പോൾ തിരുവനന്തപുരത്ത് അവിടെ ഷിജു ഖാൻ സംസാരിക്കുന്നതാണ് നമ്മൾ കണ്ടത്. നിഷ്ഠൂരമായ ഈ രാഷ്ട്രീയ കൊലപാതകം, അതിൻ്റെ യാഥാർത്ഥ്യങ്ങൾ തുറന്നു പറയാൻ കേരളത്തിലെ മാധ്യമങ്ങൾ തയ്യാറാകുമോ എന്നാണ് ഷിജു ഖാൻ ഇക്കാര്യത്തിൽ ചോദിച്ചത്. ഇടത് CPM വിരുദ്ധത മറയാക്കി അല്ലെങ്കിൽ ആ നിലയിൽ ആണോ ഇത്തരം വിഷയങ്ങളെ കൈകാര്യം ചെയ്യേണ്ടത് എന്ന ചോദ്യം കൂടി അതിൽ അടങ്ങിയിരിക്കുന്നു. മന്ത്രിമാർ, MLA മാർ, അതുപോലെ തന്നെ രാഷ്ട്രീയ പ്രവർത്തകരൊക്കെ ഈ സംഭവം അറിഞ്ഞ് തിരുവല്ലയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങേയറ്റം പ്രതിഷേധാർഹമായ ഒരു കൊലപാതകം എന്ന നിലയിലാണ് സന്ദീപിൻ്റെ കൊലപാതകത്തെക്കുറിച്ച് മന്ത്രി വീണ ജോർജ് പറഞ്ഞത്. പ്രതികളായ RSS പ്രവർത്തകർക്കെതിരെ കർശന നടപടിയെടുക്കണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു. അതുപോലെ A. റഹീം, DYFIയുടെ അഖിലേന്ത്യാ പ്രസിഡന്റും ശക്തമായി അപലപിക്കുകയുണ്ടായി. പത്തനംതിട്ടയിൽ വർഗീയത പ്രചരിപ്പിച്ച് രാഷ്ട്രീയ മുന്നേറ്റം ഉണ്ടാക്കാമെന്ന BJPയുടെ ആഗ്രഹത്തെ സന്ദീപിനെ പോലെയുള്ള ഇടതുപക്ഷ പ്രവർത്തകർ ഇല്ലാതാക്കി ആ മോഹത്തെ തകർത്തെറിഞ്ഞു. അതിൻ്റെ പ്രതികാരമാണ് നിഷ്ഠൂരമായ കൊലപാതകമെന്ന് A. റഹീം പറഞ്ഞു. ഈ അടുത്ത കാലത്ത് വലിയ രാഷ്ട്രീയ മാറ്റമുണ്ടായ ഒരു ജില്ലയാണ് പത്തനംതിട്ട. BJPയുടെ അടിവേരിളകി. തെക്കൻ തിരുവിതാംകൂറിൽ അവിടെ RSSന് വലിയ തോതിൽ വളർത്തിയെടുക്കാൻ കഴിയും, BJPക്ക് വലിയ രാഷ്ട്രീയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുമെന്ന് പറഞ്ഞ് BJP വലിയ പ്രതീക്ഷയോടുകൂടി കുറെ കാലമായി ഒരു സോഷ്യൽ ഇന്റർവ്യൂ നടത്താൻ ശ്രമിച്ച സ്ഥലമാണ് പത്തനംതിട്ട. പക്ഷേ അതിനൊന്നും പത്തനംതിട്ട വഴങ്ങി കൊടുത്തില്ല. പത്തനംതിട്ട സെക്കുലറായി നിന്നുവെന്ന് മാത്രമല്ല, നാൾക്ക് നാൾ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് പത്തനംതിട്ടയിൽ ശക്തി വർദ്ധിച്ചു. ഇത് BJPയെ ചെറുതായിട്ടല്ല പരിഭ്രാന്തപ്പെടുത്തിയത്. ഏറെക്കാലമായി അവിടെ വലിയ തോതിലുള്ള സംഘർഷാവസ്ഥ സൃഷ്ടിക്കുന്നതിന് ബോധപൂർവമായ പരിശ്രമങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു. രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസങ്ങൾക്കപ്പുറം തൻ്റെ നാട്ടിൽ മറ്റ് സംഘർഷങ്ങൾ ഉണ്ടാവാതിരിക്കാൻ സന്ദീപ് അടക്കമുള്ള CPM പ്രവർത്തകർ നിരന്തരം ജാഗ്രത പുലർത്തിയിരുന്നു. ആ മണ്ണിലാണ് RSSൻ്റെ നേതൃത്വത്തിൽ ഇപ്പോൾ നിഷ്ഠൂരമായ കൊലപാതകം നടന്നത്. കായികമായി ഇല്ലാതാക്കിയെങ്കിലും സന്ദീപിൻ്റെ തെളിമയുള്ള രാഷ്ട്രീയ ജീവിതം നാടാകെ എല്ലാ കാലവും ഓർത്തുവെക്കും. നാട്ടുകാർക്ക് എന്നും പ്രിയപ്പെട്ട ജനകീയനായ രാഷ്ട്രീയ പ്രവർത്തകനായിരുന്നു സന്ദീപ്. പ്രളയകാലത്തും കോവിഡ് മഹാമാരിക്കാലത്തും മുഴുവൻ സമയവും അദ്ദേഹം ജനങ്ങൾക്കൊപ്പമായിരുന്നു. കക്ഷി രാഷ്ട്രീയ ഭേദമില്ലാതെ എല്ലാ വിഭാഗം ആളുകളുടെയും പ്രശ്നങ്ങളിൽ നിരന്തരം ഇടപെട്ടിരുന്ന മനുഷ്യസ്നേഹിയായിരുന്നു അദ്ദേഹം. കലാലയ രാഷ്ട്രീയത്തിലൂടെയാണ് സന്ദീപിന്റെ പൊതുപ്രവർത്തനം ആരംഭിക്കുന്നത്. ചങ്ങനാശ്ശേരി NSS കോളേജിൽ വെച്ച് സന്ദീപ് SFIയിൽ സജീവമായി. ABVPക്ക് വലിയ സ്വാധീനമുണ്ടായിരുന്ന കോളേജിൽ SFIയെ ശക്തിപ്പെടുത്തി. കോളേജ് വിദ്യാഭ്യാസത്തിനു ശേഷം DYFI മേഖലാ സെക്രട്ടറിയായി പ്രവർത്തിച്ചിരുന്ന ഘട്ടത്തിൽ തന്നെ CPIM ലോക്കൽ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ടു. പെരിങ്ങര പഞ്ചായത്ത് അംഗമായും പ്രവർത്തിച്ചിട്ടുണ്ട്. 27 വർഷത്തിനു ശേഷം പെരിങ്ങര പഞ്ചായത്ത് ഭരണം LDF പിടിച്ചെടുക്കുന്നതിൽ സന്ദീപിന്റെ പങ്ക് നിർണായകമായിരുന്നു. സമീപകാലത്ത് പ്രദേശത്തെ നിരവധി BJP പ്രവർത്തകർ CPMനൊപ്പം ചേർന്ന് പ്രവർത്തിച്ചിരുന്നു. ഇതെല്ലാം സന്ദീപ് RSSന്റെ കണ്ണിലെ കരടാവുന്നതിന് കാരണമായി. രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസങ്ങൾക്കപ്പുറം തന്റെ നാട്ടിൽ മറ്റ് സംഘർഷങ്ങൾ ഉണ്ടാവാതിരിക്കാൻ സന്ദീപ് അടക്കമുള്ള CPM പ്രവർത്തകർ നിരന്തരം ശ്രദ്ധ പുലർത്തിയിരുന്നു. ആ മണ്ണിലാണ് RSSന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ നിഷ്ഠൂരമായ കൊലപാതകം നടന്നത്. അതിനവർ ഇരയാക്കിയതാവട്ടെ നാടിന്റെ ജനകീയ നേതാവിനെയും. സംഘർഷങ്ങൾ സൃഷ്ടിച്ച് നാടിന്റെ സമാധാനം തകർക്കുവാനുള്ള RSS പദ്ധതിയുടെ മറ്റൊരിരയായി സന്ദീപ് മാറി. കായികമായി ഇല്ലാതാക്കിയെങ്കിലും സന്ദീപിന്റെ തെളിമയുള്ള രാഷ്ട്രീയ ജീവിതം നാടാകെ എല്ലാ കാലവും ഓർത്തുവെക്കും. ന്യൂസ് ഡെസ്ക് കൈരളി ന്യൂസ്. സന്ദീപിൻ്റെ കൊലപാതകം നിഷ്ഠൂരമായിരുന്നുവെന്ന് പ്രദേശവാസികൾ. വണ്ടിയും സന്ദീപിനെയും പാടത്തേക്ക് തള്ളിയിട്ട് 5 പേരോളം വരുന്ന RSS സംഘം കുത്തിക്കൊലപ്പെടുത്തുകയായിരുന്നു. ജിഷ്ണുവാണ് കൊലപാതകത്തിന് നേതൃത്വം നൽകിയതെന്നും പ്രദേശവാസികൾ പറഞ്ഞു. ഇന്നലെ രാത്രി 8 മണി കഴിഞ്ഞപ്പോഴാണ് 2 ചെറുപ്പക്കാർ എൻ്റെ വീട്ടിൽ കുടുംബത്തോട്ട് ഓടി വന്നിട്ട് ഇതുപോലെ സന്ദീപിനെ ആരാണ്ട് മർദ്ദിക്കുന്നു, ഉപദ്രവിക്കുന്നു, വടിവാളെടുത്ത് വെട്ടുന്നു എന്ന് പറഞ്ഞു. ഞാൻ ഉടൻ തന്നെ ആ സംഭവ സ്ഥലത്തേക്ക് ഓടി ചെല്ലുമ്പോഴത്തേക്ക് സന്ദീപിനെ കുറേ ആളുകൾ ചേർന്ന് കുത്തി പരിക്കേൽപ്പിക്കുന്നതാണ് കണ്ടത്. അല്ല, ആദ്യം ഇത് ജിഷ്ണു എന്ന് പറയുന്ന ആളെ മാത്രമാണ് എനിക്ക് തിരിച്ചറിയാൻ സാധിച്ചിട്ടുള്ളത്. എൻ്റെ കൂടെ 4-5 പേർ അപ്പോഴും വടിവാളെടുത്ത് ഞങ്ങളെ വീശുന്ന ഒരു സ്ഥിതി ആ സമയത്തിന് ഉണ്ടായി. അവിടെ മൊത്തം ആക്രമണം സൃഷ്ടിക്കുകയും സന്ദീപിനെ ഈ ഞങ്ങൾ ചെല്ലുന്നതിനിപ്പുറം തന്നെ വകവരുത്തി കണ്ടത്തിലേക്ക് തള്ളി അദ്ദേഹത്തിൻ്റെ വാഹനം ഉൾപ്പെടെ തള്ളി താഴെയിട്ട് കണ്ടത്തിൽ നിന്ന്
കരയ്ക്കോട്ട് കയറുന്ന ഇതാണ് കണ്ടത്. കരയ്ക്കോട്ട് കയറുമ്പോഴും ഈ ജിഷ്ണു എന്ന് പറയുന്ന ആൾ സന്ദീപിനെ തെറി വിളിച്ചുകൊണ്ട് വീണ്ടും കുത്തുന്നതിന് വേണ്ടി ചെല്ലുന്ന സ്ഥിതിയിലാണ് ഞങ്ങൾ അപ്പം തന്നെ സന്ദീപിനെ എടുത്തുകൊണ്ട് ആശുപത്രിയിലേക്ക് തിരുവല്ല ഗവൺമെൻറ് ആശുപത്രി ബൈക്കിൽ എത്തിക്കുകയായിരുന്നു. ഇതായിരുന്നു ഞാനത് കണ്ടത്. ആ സംഭവം ഇന്നലെ അവിടെ ഉണ്ടാകുമ്പോൾ, ഈ കൊലപാതകം ഉണ്ടാകുമ്പോൾ അതേക്കുറിച്ച് അവിടെ എത്തിയ ആളെന്നുള്ള നിലയിലാണ് സുഹൃത്ത് ഇപ്പോൾ സംസാരിച്ചത്. അവിടെ കണ്ട കാര്യങ്ങളാണ്. ജിഷ്ണുവിൻ്റെ നേതൃത്വത്തിലുള്ള പ്രതികൾ സന്ദീപിനെ വകവരുത്തിയതിനെക്കുറിച്ചാണ് സംസാരിച്ചത്. CPIM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി RSS ക്രിമിനൽ സംഘം കൊലപ്പെടുത്തിയ വാർത്തയുടെ പ്രാധാന്യം നശിപ്പിക്കാൻ മലയാള മാധ്യമങ്ങളുടെ സംഘടിത ശ്രമമെന്ന് സംശയം. പ്രതികളുടെ രാഷ്ട്രീയ പശ്ചാത്തലം വെളിപ്പെടുത്താത്തതും സംശയത്തിന് ശക്തി പകരുന്നു. തിരുവല്ലയിൽ CPIMന്റെ ലോക്കൽ സെക്രട്ടറി RSSന്റെ കൊലക്കത്തിയാൽ കൊല ചെയ്യപ്പെട്ടപ്പോഴും കുത്തേറ്റ് മരിച്ചു എന്ന ബ്രേക്കിംഗ് ആയിരുന്നു മലയാള മാധ്യമങ്ങൾക്ക് നൽകാനുണ്ടായിരുന്നത്. പിന്നീട് സോഷ്യൽ മീഡിയയിൽ ഉയർന്ന വിമർശനത്തെ തുടർന്നാണ് കുത്തിക്കൊന്നു എന്നെങ്കിലും തിരുത്തിയത്. പ്രതികളുടെ രാഷ്ട്രീയ ബന്ധം വെളിവാക്കുന്ന ഫോട്ടോയുൾപ്പെടെയുള്ള തെളിവുകൾ പുറത്തു വന്നിട്ടും പ്രതികൾ BJPക്കാരാണെന്ന് ഇതുവരെയും വാർത്ത നൽകിയിട്ടില്ല. കൊല ചെയ്തിട്ടും കള്ളപ്രചാരണം ചമയ്ക്കുന്ന സംഘപരിവാറുകാർക്ക് സഹായമാകുന്ന പണിയാണ് ഇതിലൂടെ കേരളത്തിൻ്റെ മാധ്യമങ്ങൾ നടത്തുന്നത്. 15 മാസങ്ങൾക്കിടെ CPIMന് നഷ്ടപ്പെട്ടത് 7 പ്രവർത്തകരാണ്. ഈ സംഭവങ്ങളുടെ റിപ്പോർട്ടുകളിൽ ഒന്നിൽ പോലും പ്രതികളുടെ രാഷ്ട്രീയ ലക്ഷ്യം വെളിപ്പെടുത്താൻ വലതുപക്ഷ മാധ്യമങ്ങൾ ശ്രമിച്ചിട്ടില്ല. CPIMന് നേരെ നടക്കുന്ന വിമർശനവും ഓഡിറ്റിങ്ങും മറ്റ് രാഷ്ട്രീയ കക്ഷികളുടെ കാര്യത്തിൽ വിട്ടുപോകുകയാണ്. കേരളത്തിൻ്റെ മാധ്യമങ്ങൾ നിരന്തരം നടത്തുന്ന ഈ ജാഗ്രതക്കുറവ് ഏതായാലും ആത്മാർത്ഥമായതാണെന്ന് കരുതാൻ കഴിയില്ല. പത്രമാധ്യമങ്ങളിലെ റിപ്പോർട്ടിങ്ങിൽ കോളങ്ങളുടെ എണ്ണവും വാർത്താ പ്രാധാന്യവും തമ്മിൽ സജീവമായ ബന്ധമുണ്ട്. ഇന്നലെ വൈകിട്ട് RSS ക്രിമിനൽ സംഘം കൊല ചെയ്ത CPIM ലോക്കൽ സെക്രട്ടറി PB സന്ദീപിൻ്റെ വാർത്ത 2-3 കോളമായി ചുരുങ്ങിയപ്പോൾ കൂട്ടിലെ തത്തയെന്ന് സുപ്രീം കോടതി തന്നെ വിമർശിച്ച CBI അന്വേഷിക്കുന്ന കേസുകളിലെ വാർത്തയാണ് വാർത്തയും വിശകലനവുമായെല്ലാം നിറയുന്നത്. കേരളത്തിലെ മാധ്യമങ്ങളുടെ അച്ചടിമഷിയും എയർ ടൈമും ആർക്കു വേണ്ടിയാണ് ഉപയോഗപ്പെടുത്തുന്നത് എന്ന ചോദ്യമാണ് രാഷ്ട്രീയ കേരളം ഉന്നയിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കൈരളി ന്യൂസ്. ഒരു രാഷ്ട്രീയ കൊലപാതകം അരങ്ങേറുമ്പോൾ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ജനങ്ങളിൽ എത്തിക്കാൻ ബാധ്യതപ്പെട്ടവർ അതിൽ വരുത്തുന്ന ജാഗ്രതക്കുറവ്, അതിൽ വരുത്തുന്ന വീഴ്ച, അത് ഏതൊക്കെ നിലകളിലാണ്, ഏതൊക്കെ തരത്തിലാണത് സംഭവിക്കുന്നത് എന്നത് ചൂണ്ടിക്കാട്ടുകയാണ് ഞങ്ങൾ ഇപ്പോൾ കാണിച്ച ഈ റിപ്പോർട്ടിലൂടെ ചെയ്തിട്ടുള്ളത്. അത് വിലയിരുത്തേണ്ടതാണ്. ഇപ്പോൾ ശ്രീ MM മണി സംസാരിക്കുന്നു. ബ്രാഞ്ച് മുതൽ എല്ലാ തലവും സജീവം തന്നെ. അതുകൊണ്ട് അങ്ങനെയുള്ള പ്രശ്നമില്ല. ഈ ജില്ലാ സമ്മേളനം ആരംഭിക്കുന്നതിന് മുമ്പല്ലേ മടക്കി വരും? അതൊന്നും കൂടി അപ്പോൾ അതുകൊണ്ട് അതിലൊന്നും ഒരു പ്രത്യേകതയില്ല. അദ്ദേഹത്തിന് സുഖമില്ലായിരുന്നു, ചികിത്സയായിരുന്നു. അപ്പം ആ ഘട്ടത്തിൽ അവധി കൊടുത്തു, ചികിത്സ ചെയ്തു. ഇപ്പം സംഗതി രോഗം ഭേദമായൊരു സ്ഥിതിയിലുണ്ട്, മെച്ചപ്പെട്ടിട്ടുണ്ട് ആരോഗ്യസ്ഥിതി. അപ്പം ചുമതലയേൽക്കുന്നു. ഈ സമ്മേളനകാലമാണല്ലോ. സമ്മേളനം മാർച്ച് ആദ്യം വരെ എറണാകുളത്ത് തുടങ്ങാനിരിക്കണം. അപ്പോൾ ഈ സമ്മേളനകാലം എന്നൊന്നും തീരുമാനിച്ചിട്ടില്ല. പുള്ളി പൂർണ്ണമായി സെക്രട്ടറിയായിട്ട് പുള്ളി തിരഞ്ഞെടുത്ത ആളല്ലേ. അദ്ദേഹം സുഖമില്ലാത്തതിനെ തുടർന്ന് അവധി കൊടുത്തു. പകരം വിജയരാഘവന് ചാർജ് കൊടുത്തു. ആക്ട് ചെയ്തത് അദ്ദേഹമാണ്. ഇപ്പോൾ സെക്രട്ടറി ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ടു. ആ നിലയിൽ ചുമതലയേറ്റു. അതല്ല, അതൊരു വെറും നിസ്സാര കാര്യം. പാർട്ടിക്കകത്ത് ചെയ്യുന്നൊരു കാര്യമാണ്. അത് വലിയ കാര്യമൊന്നുമില്ല. നിങ്ങൾ ഇല്ലാത്ത അതൊക്കെ വേറെ കാര്യമാണ്. അതൊക്കെ കുടുംബത്തിൽ നടക്കുന്ന സ്വകാര്യ കാര്യം. അങ്ങനൊന്നും പുള്ളി പറഞ്ഞിട്ടൊന്നുമില്ല. ചുമ്മാ നിങ്ങൾ എനിക്കറിയത്തില്ല. ഞങ്ങളങ്ങനൊന്നും കണ്ടിട്ടില്ല. അതല്ലേ ഞങ്ങൾക്കറിയാൻ പറ്റൂ. MM മണിയാണിപ്പോൾ സംസാരിച്ചത്. AKG സെൻറ്ററിന് മുന്നിൽ നിന്ന്. മിഡ് ന്യൂസ് തുടരുകയാണ്. വളരെ പ്രധാനപ്പെട്ട വിവരം മുമ്പ് വന്നു. അത് കോടിയേരി ബാലകൃഷ്ണൻ വീണ്ടും CPIM സംസ്ഥാന സെക്രട്ടറിയാണ്. ആരോഗ്യ കാരണങ്ങളാൽ അവധിയിലായിരുന്നു കഴിഞ്ഞ കുറേ നാളുകൾ. അതിനുശേഷം ഇപ്പോൾ കോടിയേരി വീണ്ടും സംസ്ഥാന സെക്രട്ടറിയായി വന്നു എന്ന പ്രധാനപ്പെട്ട വിവരമാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിന് ശേഷവും മറ്റും വന്നിട്ടുള്ളത്. അതിൻ്റെ വിശദാംശങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ സന്ദീപിൻ്റെ കൊലപാതകം, അതുമായി ബന്ധപ്പെട്ട ആ രാഷ്ട്രീയ കൊലപാതകത്തിന്
പിന്നിലെ താല്പര്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളും വന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ച വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക്. കോടിയേരി ബാലകൃഷ്ണൻ വീണ്ടും CPIM സംസ്ഥാന സെക്രട്ടറി എന്നുള്ളതാണ്. ഷീജ AKG സെന്ററിൽ നിന്ന് ചേരുകയാണ്. ഷീജ, പാർട്ടിയുടെ തീരുമാനം, അതിൻ്റെ വിശദാംശങ്ങൾ എങ്ങനെയാണ്? ശരത്, ഏതായാലും ഇപ്പോൾ MM മണിയാണ് പാർട്ടി സെക്രട്ടേറിയറ്റ് യോഗം കഴിഞ്ഞ് പുറത്തേക്ക് വന്നത്. അദ്ദേഹമാണ് ഇക്കാര്യം മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിട്ടുള്ളത്. കോടിയേരി ബാലകൃഷ്ണൻ CPIMന്റെ സംസ്ഥാന സെക്രട്ടറിയായി മടങ്ങിയെത്തിയിരിക്കുന്നു. അദ്ദേഹം 2020 നവംബർ 13-നായിരുന്നു ആരോഗ്യ കാരണങ്ങളാൽ ഈ പാർട്ടി സെക്രട്ടേറിയറ്റ് സ്ഥാനം ഒഴിഞ്ഞിരുന്നത്. താൽക്കാലിക ചുമതല വിജയരാഘവന് നൽകിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമുക്കറിയാം അദ്ദേഹത്തിന്റെ ആരോഗ്യനിലയിൽ വലിയ മാറ്റം ഉണ്ട്. അദ്ദേഹം ഇപ്പോൾ പൊതുപരിപാടിയിലൊക്കെ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി തന്നെ സജീവമായി പങ്കെടുക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. ആരോഗ്യനില ഇപ്പോൾ മെച്ചപ്പെട്ട സാഹചര്യത്തിൽ തന്നെയാണ് പാർട്ടി സെക്രട്ടറി സ്ഥാനത്തേക്ക് ഇപ്പോൾ തിരികെ എത്തിയിരിക്കുന്നത് എന്നുള്ള കാര്യം തന്നെയാണ് അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. ശരത്, ഇതുമായി ബന്ധപ്പെട്ട CPIMന്റെ ഔദ്യോഗിക വിശദീകരണം വരാനിരിക്കുന്നതേ ഉള്ളൂ അല്ലേ? തീർച്ചയായും ഇത് സംബന്ധിച്ചുള്ള പാർട്ടി സെക്രട്ടേറിയറ്റ് യോഗം സംബന്ധിച്ചുള്ള ഔദ്യോഗികമായിട്ടുള്ള സ്ഥിരീകരണം അത് വാർത്താക്കുറിപ്പായി ഉടൻ തന്നെ പുറത്തിറങ്ങും എന്ന് തന്നെയാണ് നമുക്ക് ഇവിടെ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. യോഗം കഴിഞ്ഞ് പുറത്തിറങ്ങിയ സാഹചര്യത്തിൽ ആണ് MM മണി മാധ്യമങ്ങളോട് പ്രതികരിച്ചതും പാർട്ടി സെക്രട്ടറിയായി CPIMന്റെ സംസ്ഥാന സെക്രട്ടറിയായി ഇപ്പോൾ കോടിയേരി ബാലകൃഷ്ണൻ മടങ്ങിയെത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന് അത്തരത്തിലൊരു തീരുമാനം പാർട്ടി കൈക്കൊണ്ടിട്ടുണ്ട് എന്നുള്ള കാര്യം വ്യക്തമാക്കിയത്. ഏതായാലും CPIMന്റെ ഔദ്യോഗികമായിട്ടുള്ള സ്ഥിരീകരണം അത് വാർത്താക്കുറിപ്പിലൂടെ അല്പസമയത്തിന് തന്നെ പുറത്തിറങ്ങും എന്ന് തന്നെയാണ് ഇപ്പോൾ ഇവിടെ നിന്നും അറിയാൻ സാധിക്കുന്നത്. ശരത്, ഷീജയാണ് ഈ പ്രധാനപ്പെട്ട വിവരം ഇപ്പോൾ നൽകിയത്. CPIMന്റെ കേരള സംസ്ഥാന സെക്രട്ടറിയായി വീണ്ടും കോടിയേരി ബാലകൃഷ്ണൻ എത്തി. MM മണിയാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചുകൊണ്ട് മാധ്യമങ്ങളോട് അല്പം മുമ്പ് സംസാരിച്ചത്. അക്കാര്യങ്ങളാണ് ഷീജ വിശദീകരിച്ചത്. CPIMന്റെ ഔദ്യോഗിക വാർത്താക്കുറിപ്പ് അതുമായി ബന്ധപ്പെട്ട് ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ. സന്ദീപിൻ്റെ കൊലപാതകം, അതുമായി ബന്ധപ്പെട്ട വാർത്തകളിലേക്ക് മടങ്ങിയാൽ, സന്ദീപിൻ്റെ മൃതദേഹം ഇപ്പോൾ CPIM തിരുവല്ല ഏരിയ കമ്മിറ്റി ഓഫീസിൽ പൊതുദർശനത്തിനെത്തിച്ചു എന്ന വിവരമാണ് വന്നിട്ടുള്ളത്. അവിടെ നിന്നുള്ള ദൃശ്യങ്ങൾ കൂടിയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അല്പം മുമ്പ് നമ്മൾ കണ്ടതാണ് താലൂക്ക് ആശുപത്രിയിൽ നിന്ന്, മോർച്ചറിയിൽ നിന്ന് മൃതദേഹം ഏറ്റുവാങ്ങി പാർട്ടി നേതാക്കൾ പോവുകയായിരുന്നു. ഏരിയ കമ്മിറ്റി ഓഫീസിൽ ഇപ്പോൾ പൊതുദർശനത്തിന് വെച്ചിരിക്കുന്നു. അതിൻ്റെ ദൃശ്യങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഒട്ടേറെ ആളുകൾ അവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. സന്ദീപിനെ അവസാനമായി ഒരു നോക്ക് കാണാൻ ഞങ്ങളുടെ പ്രതിനിധി മനീഷ് അവിടെ നിന്ന് ചേരുകയാണ്. മനീഷ്, ഇപ്പോൾ ഏരിയ കമ്മിറ്റി ഓഫീസിലെ പൊതുദർശനം എങ്ങനെയാണ്? കുറച്ചധികം നേരം അവിടെ ഉണ്ടാകുമോ? ഒരുപാട് ആളുകൾ ഇതറിഞ്ഞ് അവിടേക്ക് എത്തുന്നുണ്ടാവുമല്ലേ? ഈ ചെയ്ത പ്രിയ സഖാവ് PB സന്ദീപിൻ്റെ മൃതദേഹം അല്പ നിമിഷങ്ങൾക്ക് മുമ്പാണ് പോസ്റ്റ് തിരുവല്ലയിലെ സ്വകാര്യ ആശുപത്രിയിലെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം സമീപത്ത് തന്നെയുള്ള തിരുവല്ല ഏരിയ കമ്മിറ്റി ഓഫീസിലേക്ക് എത്തിച്ചത്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ചേതനയേറ്റ ശരീരം ഏരിയ കമ്മിറ്റി ഓഫീസിനകത്താണ് അല്പസമയനേരം പൊതുദർശനത്തിനായി വെക്കുക. നിലവിൽ ആംബുലൻസിൽ വളരെ സമാധാനപൂർവ്വമായിട്ടായിരുന്നു ഇവിടേക്ക് ഒരു വലിയ രീതിയിൽ ആളുകളെല്ലാം തന്നെ എത്തിച്ചേർന്നു. നൂറുകണക്കിന് ആളുകളാണ്, പൊതുപ്രവർത്തകരും CPIM പ്രവർത്തകരുമായിട്ടുള്ള നിരവധി ആളുകളാണ് സന്ദീപിനെ അവസാനമായി ഒരു നോക്ക് കാണാൻ വേണ്ടി ഈ പാർട്ടി ഏരിയ കമ്മിറ്റി ഓഫീസിലേക്ക് എത്തിയത്. ഇനി ഇവിടെ നിന്നും പെരിങ്ങര ലോക്കൽ കമ്മിറ്റി ഓഫീസിലേക്കും, അവിടെ നിന്നും സന്ദീപ് നേരത്തെ പഞ്ചായത്ത് മെമ്പറായിരുന്ന പെരിങ്ങര പഞ്ചായത്ത് കമ്മിറ്റി ഓഫീസിലേക്കും പൊതു ദർശനത്തിന് വയ്ക്കും. അവിടെ നിന്നാണ് പിന്നെ ചാത്തങ്കരിയിലെ സന്ദീപിൻ്റെ വീട്ടുവളപ്പിലേക്ക് ഏകദേശം 4 മണിയോടുകൂടി എത്തിച്ച് അവിടെ വീട്ടുവളപ്പിൽ തന്നെ ആയിരിക്കും ശവസംസ്കാര ചടങ്ങുകളൊക്കെ തന്നെ നടത്തുക. എന്താണെങ്കിലും തിരുവല്ലയിൽ നിലവിൽ വൈകുന്നേരം 6 മണിവരെ ഹർത്താൽ ആചരിക്കുന്ന ഒരു സാഹചര്യമാണ്. സമാധാനപൂർവ്വമായിട്ടാണ് ഈ വിലാപയാത്രയായിട്ടാണ് തിരുവല്ലയിൽ എവിടെയും സന്ദീപിന് വേണ്ടിയിട്ടുള്ള ഫ്ലെക്സുകളും അതുപോലെ തന്നെ വിലാപയാത്രകളും ഒക്കെ തന്നെ തിരുവല്ലയിൽ എവിടെയുണ്ട്. തിരുവല്ലയിലെ ഓരോ ഭാഗത്തും ഈ നാട്ടിലുണ്ടാകുന്ന ഒരു വലിയ വേദനയുടെ വലിയൊരു ഫീലിംഗ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു വലിയ വിഷമം ഇവിടെ വരുന്ന ഏവർക്കും മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. എന്താണെങ്കിലും ഈ ഏരിയ കമ്മിറ്റി ഓഫീസിൽ അല്പനേരം പൊതുദർശനത്തിന് വെച്ച ശേഷമായിരിക്കും പിന്നീട് ഈ സന്ദീപ് തന്നെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആയിട്ടുള്ള പെരിങ്ങന ലോക്കൽ കമ്മിറ്റി ഓഫീസിൽ അദ്ദേഹത്തിൻ്റെ മൃതദേഹം വയ്ക്കുക. വലിയൊരു പ്രത്യേകത കൂടിയുണ്ട്. നാളെ അദ്ദേഹത്തിൻ്റെ പിറന്നാൾ ദിനം കൂടി ആണെന്നിരിക്കുകയായിരുന്നു ഇന്നലെ രാത്രി ഇത്തരത്തിൽ വലിയ ഒരു നിഷ്ഠൂരമായ കൊലപാതകം ഉണ്ടായത്. എന്താണെങ്കിൽ നാടിനെ നടുക്കിയ, നാടിന് ഏറ്റവും പ്രിയപ്പെട്ട ഒരു ജാതിയോ രാഷ്ട്രീയമോ നോക്കാതെ ഏത് കാര്യത്തിലും ഇടപെടുന്ന ജനകീയനായിട്ടുള്ള വളരെ സ്നേഹവാനായിട്ടുള്ള സന്ദീപിൻ്റെ ഒരു വിയോഗം
വിയോഗം അത് നാട്ടിലെ ഒരു കുട്ടിക്ക് പോലും സഹിക്കാനാകുന്നതിനപ്പുറമാണ്. അതുകൊണ്ട് തന്നെ ഈ ഇവിടേക്ക് എത്തുന്ന തിരുവല്ലയിലേക്ക് ഈ അദ്ദേഹത്തെ കാണാൻ അവസാനമായി നമുക്ക് കാണാനായി വലിയ രീതിയിലുള്ള ആളുകളാണ് പല സ്ഥലങ്ങളിൽ നിന്നും എത്തുന്നത്. ഇനി അടുത്ത പെരിങ്ങന ഓഫീസിലേക്ക് ഭൗതിക ശരീരം എത്തിക്കും. അതിനുശേഷമായിരിക്കും വീട്ടുവളപ്പിലേക്ക് കൊണ്ടുപോകുക. ശരത്, അവിടേക്ക് നേതാക്കളൊക്കെ ജില്ലാ സെക്രട്ടറിയും അതുപോലെ ജില്ലാ നേതാക്കളും ഒക്കെ എത്തി. നേരത്തെ ജനപ്രതിനിധികളും മന്ത്രി വീണ ജോർജും ഒക്കെ എത്തിയിരുന്നു, MLA എത്തിയിരുന്നു. അവരെല്ലാം അവിടെ ഉണ്ടോ? വലിയ ഒരു നിര ആയിട്ടുള്ള താഴേക്കിടയിലെ പ്രവർത്തകർ അടക്കം, ലോക്കൽ ബ്രാഞ്ച് കമ്മിറ്റി പ്രവർത്തകർ തുടർന്ന് വലിയ മുൻ നേതാക്കൾ, ജില്ലാ നേതാക്കളടക്കം ഈ തിരുവല്ല പ്രദേശത്തുണ്ട്. ഈ ഓഫീസിൽ, അതായത് ഏരിയ കമ്മിറ്റി, അദ്ദേഹം തന്നെ, സന്ദീപ് തന്നെ ഏരിയ കമ്മിറ്റി അംഗമായിരുന്ന ഈ ഓഫീസിലാണ് ഇപ്പോൾ ഭൗതിക ശരീരം വെച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണെങ്കിൽ നിരവധി ആളുകൾ ഇവിടേക്ക് എത്തുന്നുണ്ട്. പാർട്ടിയുമായും അല്ലെങ്കിൽ സംഘടനാപരമായും കോളേജ് തലത്തിൽ, അത് ഈ സന്ദീപ് പഠിച്ചത് NSS കോളേജിലായിരുന്നു പഠിച്ച സമയത്ത് തന്നെ SFI പ്രവർത്തകനായിരുന്നു. പിന്നീട് DYFIയിലെത്തി. DYFIയിൽ നിന്ന് പിന്നീട് പ്രാദേശിക രാഷ്ട്രീയത്തിൽ വലിയ രീതിയിലുള്ള സ്വാധീനമുണ്ടാക്കി. യുവമോർച്ചയുടെ ജില്ലാ പ്രസിഡന്റ് അടക്കമുള്ള വലിയ മുൻനിര BJP, യുവമോർച്ച, BDJS പ്രവർത്തകരെയൊക്കെ തന്നെ പാർട്ടിയിലേക്ക് എത്തിക്കാൻ സന്ദീപിന് സാധിച്ചു. അതുകൊണ്ട് തന്നെ വലിയൊരു നിര ആളുകൾ രാഷ്ട്രീയത്തിന് അതീതമായി തന്നെ സന്ദീപിനെ കാണാൻ എത്തുന്ന ഒരു കാഴ്ചയുണ്ട്. കോളേജ് പഠനകാലത്തെ പഴയ കൂട്ടുകാർ, ഒപ്പം ഈ വലിയ സ്കൂളുകളിൽ ഒക്കെ തന്നെ വലിയ പ്രവർത്തനം സന്ദീപ് ഈ പഞ്ചായത്ത് മെമ്പർ ആയിരുന്ന സമയത്ത് സംഘടിപ്പിച്ചു. അതുകൊണ്ട് തന്നെ പല ആളുകൾ ഇവിടെ നിന്നും ട്രാൻസ്ഫർ ആയി പോയിട്ടുള്ള നേരത്തെ നമ്മൾ ഒരു ആളോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം ഈ ഒരു സ്കൂളിൽ ജോലി ചെയ്തിരുന്ന സമയത്ത് സന്ദീപുമായി അടുപ്പമുണ്ടായിരുന്ന ഒരു അധ്യാപകനായിരുന്നു. അദ്ദേഹത്തിന് ട്രാൻസ്ഫർ ആയി വേറൊരു ജില്ലയിലേക്ക് പോയി. പക്ഷേ ഈ ഒരു മരണ വാർത്ത അറിഞ്ഞ് അദ്ദേഹം ഇവിടേക്ക് എത്തുകയായിരുന്നു. അങ്ങനെ അത്തരത്തിൽ നിരവധി ആളുകൾ പല സ്ഥലങ്ങളിൽ നിന്ന് എത്തുന്നു. ഒരു വലിയ രീതിയിലുള്ളൊരു പ്രചാരണം, ഒരു വൈരാഗ്യത്തിൻ്റെ പുറത്ത്, ഒരു വ്യക്തി വൈരാഗ്യത്തിൻ്റെ പുറത്തുണ്ടായ ഒരു കൊലപാതകമാണെന്നുള്ള പ്രചാരണം നടക്കുമ്പോൾ സന്ദീപിനെതിരെ അത്തരത്തിലൊരു വ്യക്തി വൈരാഗ്യം ആർക്കും അങ്ങനെ ഉണ്ടായിക്കേണ്ട ആവശ്യമില്ല. അതൊരു നുണപ്രചരണമാണ് എന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ഇവിടെ എത്തിയാൽ നമുക്ക് മനസ്സിലാകുന്നത്. കാരണം അത്രത്തോളം ജനകീയനായ, ജനങ്ങളിൽ സ്വാധീനമുള്ള ഒരാൾ, അയാളോട് വൈരാഗ്യം തോന്നുക അത് രാഷ്ട്രീയത്തിൻ്റെ മേൽ മാത്രമായിരിക്കും. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ രാഷ്ട്രീയപരമായി BJP ഒക്കെ തന്നെ വലിയ അജണ്ട, അതായത് BJP ഒരു വലിയ കലാപാഹ്വാനം നടത്താൻ വേണ്ടി പത്തനംതിട്ട ജില്ലയിലും പരിസര പ്രദേശത്തുമൊക്കെ തന്നെ ഒരു വലിയ ഗുണ്ടാ മാഫിയ സംഘത്തെ വളർത്തിക്കൊണ്ട് വന്നിരുന്നു. ആ ഒരു സംഘത്തിനെ പ്രതിരോധിക്കാനും അതിനൊരു തടയിടാനും ഒക്കെ തന്നെ സന്ദീപിൻ്റെ നേതൃത്വത്തിലുള്ളൊരു യുവ നേതൃനിര CPIMൻ്റെ നേതൃത്വത്തിലുണ്ടായിരുന്നു. ഇതൊക്കെ തന്നെ വലിയ രീതിയിൽ പാർട്ടി BJPക്കും മറ്റു വർഗീയ കക്ഷികൾക്കുമൊക്കെ തന്നെ വലിയ വെല്ലുവിളിയായിരുന്നു. അതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ പ്ലാൻഡായി, ആസൂത്രിതമായി തന്നെ നടത്തിയ കൊലപാതകമാണെന്നാണ് ഇവിടെ ഓരോ ആളുകളും ഇതിനെ വിശ്വസിക്കുന്നത്. എന്താണെങ്കിലും എല്ലാവരും വലിയ വേദനയിലാണ്. ഈ ഒരു വിയോഗം ആർക്കും താങ്ങാനാവുന്നതിനും അപ്പുറവുമാണ്. മനീഷ് പറഞ്ഞതുപോലെ വളരെ ജനസമ്മതനായിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ, നേതാവ്, CPIMൻ്റെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി, അവിടെ മുൻ പഞ്ചായത്ത് അംഗമാണ്. 27 വർഷത്തിന് ശേഷം പഞ്ചായത്ത് ഭരണം തിരിച്ചുപിടിക്കുമ്പോൾ അതിനൊക്കെ കഴിയുന്ന നിലയിൽ ജനങ്ങളുടെ നല്ല സ്വാധീനമുള്ള ഒരു വലിയ കൂട്ടം പ്രവർത്തകരെ നയിക്കുന്നയാൾ. സ്വാഭാവികമായും വലിയൊരു ആഘാതം ആ പ്രദേശത്താകെ ഉണ്ടാകും. നേരത്തെ ജനീഷ് കുമാർ MLA പറഞ്ഞു, കോന്നി MLA പറഞ്ഞത്, വിദ്യാർത്ഥി യുവജന സംഘടനാ പ്രവർത്തകരെന്ന നിലയിലേക്കൊക്കെ വരുമ്പോൾ, തിരുവല്ലയിലേക്കൊക്കെ എത്തുമ്പോൾ സന്ദീപിനെ എപ്പോഴും കാണുകയും അല്ലെങ്കിൽ ആ സന്ദീപിൻ്റെ മുഖം ഇപ്പോഴും മനസ്സിലുണ്ട് എന്ന് ജനീഷ് പറഞ്ഞതുപോലെയുള്ള ആളുകളുടെ ഒരു വലിയ വരവ് സ്വാഭാവികം, ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു നേരത്താണ് ഈ ഒരു കൊലപാതക വിവരം പുറത്തു വന്നിട്ടുള്ളത്. അല്ലെങ്കിൽ അതറിഞ്ഞ് ഒട്ടേറെ ആളുകൾ അവിടേക്ക് എത്തുന്നത് നേരിട്ട് കാണുന്ന ഒരാളായി മനീഷ് ഇപ്പോൾ അവിടെ നിൽക്കുകയാണല്ലോ. അതെ ശരത്, ഈ വിലാപയാത്രയിൽ കാണാൻ കഴിഞ്ഞ മറ്റൊരു കാഴ്ച, അതായത് ഈ സന്ദീപിനെ ഒരു നേതാവായി കണ്ടുകൊണ്ട് രാഷ്ട്രീയത്തിലെ CPIMലേക്ക് എത്തിയ ഒത്തിരി ആളുകളുണ്ട്. ഒപ്പം തന്നെ ഈ ബാലസംഘം തുടങ്ങിയ മേഖലയിലും സന്ദീപിൻ്റെ ഒരു ഇടപെടലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കൊച്ചുകുട്ടികളടക്കം, ബാലസംഘത്തിലൊക്കെ തന്നെ പ്രവർത്തിച്ച കൊച്ചുകുട്ടികളടക്കം സന്ദീപിനെ കാണാൻ വേണ്ടി ഈ വിലാപയാത്രയ്ക്കൊപ്പം ചേർന്നിട്ടുണ്ട്. ഈ വലിയ രീതിയിലുള്ള ആളുകൾ ഇവിടേക്ക് എത്തുന്നതുകൊണ്ട് തന്നെ കോവിഡ് സാഹചര്യമൊക്കെ തന്നെ ഉള്ളതുകൊണ്ട് തന്നെ ആളുകളെ നിയന്ത്രിക്കാനും വലിയ രീതിയിലുള്ള റെഡ് വോളണ്ടിയർമാരാണ് നിലവിൽ ഇതിൻ്റെ ഈ കാര്യങ്ങളൊക്കെ തന്നെ നിയന്ത്രിക്കുന്നത്. എന്താണെങ്കിലും
അത്തരത്തിലുള്ള ആളുകളൊക്കെ നിയന്ത്രിക്കാൻ നന്നേ പാടുപെടുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഇപ്പോൾ DYFI അഖിലേന്ത്യാ പ്രസിഡന്റായിട്ടുള്ള റഹീം, അഡ്വക്കേറ്റ് ജനീഷ് കുമാർ MLA തുടങ്ങിയ ആളുകളൊക്കെ തന്നെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അവർ നേരത്തെ തന്നെ തിരുവല്ലയിൽ എത്തിയതാണ്. റഹീം തുടങ്ങിയുള്ള വലിയ DYFIയുടെ നേതാക്കൾ സ്ഥലത്തെത്തിയിട്ടുണ്ട്. എന്താണെങ്കിലും നാടിന് ഒരിക്കലും താങ്ങാനാവാത്ത ഒരു വേദന, ആ വേദന എങ്ങനെ, കാരണം അദ്ദേഹത്തിൻ്റെ ഒരു നഷ്ടം തിരുവല്ലയെ സംബന്ധിച്ച് അല്ലെങ്കിൽ പത്തനംതിട്ട ജില്ലയെ സംബന്ധിച്ച് DYFIയെ സംബന്ധിച്ച് CPIM-നെ സംബന്ധിച്ചൊക്കെ തന്നെ ഒരു വലിയ നഷ്ടമാണ്. കാരണം രാഷ്ട്രീയത്തിൽ ഇത്രത്തോളം ഇടപെടുന്ന, രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് വളരെ സ്നേഹത്തോടെ തന്നെ സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെന്ന്, ആളുകളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ പ്രശ്നങ്ങളെല്ലാം പഠിച്ച് അവർക്ക് വേണ്ടി വളരെ കാലങ്ങളായി, വർഷങ്ങളായി SFI കാലം തൊട്ട് ബാലസംഘം മുതൽ പാർട്ടിയിൽ പ്രവർത്തിച്ച് കർഷക കുടുംബത്തിൽ ജനിച്ച് വളർന്ന് അത്തരത്തിൽ ഒരു കുടുംബം പോറ്റുന്ന, ഒരു കുടുംബത്തിൻ്റെ അത്താണിയായ ഒരു രാഷ്ട്രീയ നേതാവ്, അദ്ദേഹത്തിനെ രാഷ്ട്രീയ ഗുരുവായും രാഷ്ട്രീയ നേതാവായും കണ്ടിട്ടുള്ള കൊച്ചു കുട്ടികൾ തുടങ്ങി വലിയ വൃദ്ധ ആളുകൾ മുതൽ ഒരു യോഗത്തിൽ വലിയ നഷ്ടമായി കണക്കാക്കിക്കൊണ്ട് ഇനി നാളെ ഈ നേതാവില്ലാതെ എങ്ങനെ ഇവിടെ ഒരു രാഷ്ട്രീയ പ്രവർത്തനം അല്ലെങ്കിൽ എങ്ങനെ ഒരു പൊതുപ്രവർത്തനം ഉണ്ടാകും, അല്ലെങ്കിൽ ഈ നാടിൻ്റെ വലിയ ഒരു നഷ്ടമായി തന്നെ കണക്കാക്കുന്നുണ്ട്. എന്താണെങ്കിലും ആളുകൾ വീണ്ടും ഈ സ്ഥലത്തേക്ക് എത്തുന്ന കാഴ്ചയാണ്. ഇനി പെരിങ്ങന ലോക്കൽ കമ്മിറ്റിയിലായിരിക്കും വളരെ വൈകാരികമായിട്ടുള്ള കാഴ്ചയുണ്ടാകും. കാരണം അദ്ദേഹം തന്നെ ലോക്കൽ സെക്രട്ടറി ആയിട്ടുള്ള ഒരു ലോക്കൽ കമ്മിറ്റിയാണ്. ഊണും ഉറക്കവും ഒക്കെ തന്നെ അവിടെ ആയിരുന്നു അദ്ദേഹം. കാരണം ഈ പൊതുപ്രവർത്തന കാലഘട്ടത്തിൽ, സമ്മേളന കാലഘട്ടം കൂടി കഴിഞ്ഞ ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ ഏത് സമയവും ലോക്കൽ കമ്മിറ്റി ഓഫീസിൽ വ്യാപൃതനായി ഇരുന്ന ഒരാളായിരുന്നു അദ്ദേഹം. ഇതിനടുത്ത് തന്നെയാണ് പഞ്ചായത്ത് ഓഫീസും, അതിൻ്റെ അടുത്ത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ വീടും ഉള്ളത്. ഈ വീട്ടുവളപ്പിൽ തന്നെയാണ് 4 മണിക്ക് അദ്ദേഹത്തിൻ്റെ ശവസംസ്കാര ചടങ്ങുകളൊക്കെ തന്നെയും നടക്കുക. നേരത്തെ DYFIയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് റഹീം, അതുപോലെ തന്നെ കോന്നി MLA ജനീഷ് കുമാറൊക്കെ വന്നത് മനീഷ് സൂചിപ്പിച്ചു. നമ്മളത് ദൃശ്യങ്ങളിൽ കാണുകയും ചെയ്തു. ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നവരെല്ലാം എനിക്ക് തോന്നുന്നു ഈ പെരിങ്ങര പഞ്ചായത്തിൽ നിന്നൊക്കെ, ആ പ്രദേശത്തു നിന്നൊക്കെ തന്നെ വാർത്തയറിഞ്ഞ് ആളുകളൊക്കെ അവിടേക്ക് സന്ദീപിനെ കൊണ്ടുവരുന്നതിന് കാത്തു നിൽക്കാതെയും ഇവിടേക്ക് എത്തിച്ചേരുകയാണെന്ന് തോന്നുന്നു. അത്ര അടുപ്പമുള്ള ആളുകളും അവരുടെ വേദനയും ഒക്കെ ഈ ദൃശ്യങ്ങളിൽ പലയിടത്തും നമുക്ക് കാണാനാവുന്നുണ്ട്, കടന്നു പോകുന്ന ആളുകളെ കാണുമ്പോഴൊക്കെ. ഈ ഹർത്താലാണെങ്കിൽ കൂടി ഇവിടേക്ക് എത്തുന്ന ആളുകൾ, കാരണം വാഹന ഗതാഗത കുരുക്ക് പോലും ഉണ്ടാകുന്ന രീതിയിൽ തിരുവല്ല ഈ സ്വകാര്യ ആശുപത്രിക്ക് സമീപത്തും ഈ പ്രദേശത്തുമൊക്കെ തന്നെ വലിയ രീതിയിൽ ആളുകൾ എത്തുന്നുണ്ട്. ഈ സന്ദീപിനെ കാണാൻ വലിയ ദൂര സ്ഥലങ്ങളിൽ നിന്നൊക്കെ തന്നെ സന്ദീപിനെ നേരിട്ട് അറിയാത്ത ആളുകൾ പോലും വാർത്തകളിലൂടെ അറിഞ്ഞ് ഈ സ്ഥലത്തേക്ക് എത്തുന്ന ഒരു കാഴ്ചയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പല സ്ഥലങ്ങളിലായി ഈ പൊതുദർശനം ഒരു സ്ഥലത്ത് മാത്രമാക്കാതെ കോവിഡ് സാഹചര്യം കൂടി കണക്കാക്കിക്കൊണ്ടാണ് 3 സ്ഥലങ്ങളിലായിട്ട് വിലാപയാത്രയായി ഈ പൊതുദർശനം നടത്തിയ ശേഷം 4 മണിക്ക് ഈ ശവസംസ്കാരം നടത്താൻ തീരുമാനിച്ചത്. എന്താണെങ്കിലും ഈ വലിയ സമാധാനപൂർവ്വമായിട്ടുള്ളൊരു ഹർത്താലാണ്. നിർബന്ധിച്ചൊന്നും ഒരു കടയോ അല്ലെങ്കിൽ ഒരു സ്ഥാപനമോ ഒന്നും അടപ്പിക്കേണ്ട ഒരു അവസരം ഉണ്ടായിട്ടില്ല. കാരണം എല്ലാവരും ഒരു ഹർത്താലിനെ അതിൻ്റെ ഒരു പ്രാധാന്യം മനസ്സിലാക്കി, അത് അവരുടെ തന്നെ ഒരു ഇതായി മനസ്സിലാക്കിക്കൊണ്ട് കടകമ്പോളങ്ങളൊക്കെ തന്നെ അടഞ്ഞു കിടക്കുന്ന വളരെ ഒരു തിരുവല്ലയെ സംബന്ധിച്ച് വലിയ ഒരു കറുത്ത ദിനം കൂടിയാണ് അവർക്കിന്ന്. അതുകൊണ്ട് തന്നെ പല സ്ഥലങ്ങളിൽ നിന്നുള്ള ആളുകൾ എത്തുന്നുണ്ട്. അതിനെയൊക്കെ തന്നെ നിയന്ത്രിക്കേണ്ട ഒരു വലിയ പാടുകൂടി, അതാണ് ഏറ്റവും വലിയ പ്രശ്നമായി കൂടി കാണുന്നത്. എന്താണെങ്കിലും ഇനി മനീഷ് ഒന്ന് തുടരുക. നമ്മൾക്കൊപ്പം ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ നമുക്കെല്ലാം നല്ല നിലയിൽ സ്നേഹവും ഒരുപാട് ഓർമ്മയും നൽകിയ അഭിമന്യുവിൻ്റെ, മഹാരാജാസ് കോളേജിലെ അഭിമന്യുവിൻ്റെ സഹോദരൻ പരിജിത്ത് ആണ് ഉള്ളത്. വട്ടവടയിൽ നിന്നാണ് ഇപ്പോൾ പരിജിത്ത് ഫോണിൽ ഇപ്പോൾ ചേരുന്നത്. പരിജിത്ത്, ഒരുപാട് വേദനയുള്ള മറ്റൊരു ദിവസമാണ് ഇപ്പോൾ പരിജിത്തിനെ ഞങ്ങൾ വിളിച്ചത്. അഭിമന്യുവിന് ജീവൻ നഷ്ടപ്പെട്ട പോലെ സന്ദീപ് എന്ന CPIM നേതാവിനെയാണ് ഇപ്പോൾ കൊലപ്പെടുത്തിയിരിക്കുന്നത്. പരിജിത്ത്, ഹലോ, അറിഞ്ഞല്ലോ അല്ലേ? അറിഞ്ഞു. ഹലോ, ഇത്തരത്തിൽ പ്രവർത്തിക്കുന്നവരെ, പൊതുപ്രവർത്തകരെ, നാടിനും നാട്ടുകാർക്കും ഇഷ്ടമുള്ളവരെയൊക്കെ കൊന്നു തീർക്കുക എന്ന് പറയുന്ന ഒരു അങ്ങേയറ്റം മോശപ്പെട്ട കാര്യമാണ് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അഭിമന്യുവിൻ്റെ അതേ അവസ്ഥയാണ് സന്ദീപിനും. ആദ്യം തന്നെ സന്ദീപിന്റെ
യോഗത്തിൽ അതിയായ ദുഃഖം രേഖപ്പെടുത്തുകയാണ്. കേരളത്തിലാകെ സംഘർഷമുണ്ടാക്കി രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിനെ അസ്ഥിരപ്പെടുത്താനുള്ള നീക്കമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം ഉണ്ടാവണം. കാരണം SDPIയും BJPയും ഒരു നാണയത്തിലെ ഇരുവശങ്ങളാണ്. രണ്ടും തീവ്രവാദ സംഘടനകളാണ്. പരിജിത്ത് പറഞ്ഞ പോലെ SDPI ആണ് അഭിമന്യുവിൻ്റെ ജീവനെടുത്തതെങ്കിൽ ഇവിടെ RSSകാരാണ് എന്നുള്ളതാണ് സന്ദീപിൻ്റെ കാര്യത്തിൽ സംഭവിച്ചിരിക്കുന്നത്. ഇവര് ഒരു നാണയത്തിന്റെ ഇരുവശങ്ങളാണ്. ഒരു നാണയത്തിന്റെ ഇരുവശങ്ങളാണ്. എല്ലാവരും അവർക്കെതിരെ സംസാരിച്ചാൽ അവരെ കൊന്നുതല്ലുക എന്നതാണ് ഇവരുടെ അജണ്ട. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പോലെ ആൾക്ക് ജീവൻ എടുത്തുകൊണ്ടുള്ള കളിയാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെ ജനങ്ങളെ അണിനിർത്തി ശക്തമായ പ്രതിഷേധം ഇതിനെതിരെ ഉണ്ടാവണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. നമുക്ക് അടിക്ക് അടി എന്നതല്ല നമ്മുടെ തീരുമാനം. ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം ഉണ്ടാവണം. പരിചിതൊക്കെ എത്ര ബോധ്യത്തോടെയാണ് നഷ്ടങ്ങൾക്ക് നടുവിൽ നിന്നുകൊണ്ടും ഈ വിഷയത്തെ യാഥാർത്ഥ്യ ബോധത്തോടെ, രാഷ്ട്രീയ ബോധത്തോടെ സമീപിക്കുന്നത്? ഇന്നും നിങ്ങൾ അഭിമന്യുവിൻ്റെ ആ നഷ്ടത്തിൽ നിന്നും, ആ വിടവിൽ നിന്നും, ആ നഷ്ടത്തിൽ നിന്നും, ആ തിരിച്ചടിയിൽ നിന്നും, തകർച്ചയിൽ നിന്ന് കരകയറിയിട്ടില്ല. സംസാരിക്കുമ്പോഴൊക്കെ, പരിചിത്തിനോട് സംസാരിക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് നിങ്ങളുടെ അമ്മ, അച്ഛൻ, അവരുടെ ആ വേദന, അതൊക്കെയാണ് മനസ്സിലേക്ക് വരുന്നത്. പരിചിത്ത് ഒന്ന് ഓർത്തു നോക്കൂ, അതേ അവസ്ഥയിലേക്ക് ഇപ്പോൾ സന്ദീപിൻ്റെ കുടുംബവും എത്തപ്പെട്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും ആ രണ്ട് കുഞ്ഞിന്റെ അവസ്ഥ ഇന്ന് ആലോചിച്ച് നോക്കണം. ആ രണ്ട് കുഞ്ഞിന്റെ ഒന്നും പ്രായം ആ കുഞ്ഞിന്, ആ 1.5 വയസ്സ് കുഞ്ഞിന് ഇനി എന്ത് അച്ഛനില്ല. ഒന്ന് ആലോചിച്ച് നോക്കണം. ഇവര് രണ്ടുപേരും തീവ്രവാദ സംഘടനകളാണ്. ഇവർക്കെതിരെ ശക്തമായ പ്രതിഷേധം കേരളത്തിൽ ഉടനീളം നടത്തണം. അഭിമന്യുവും സന്ദീപും ഒക്കെ ആ നിലയിൽ കേരളത്തിൻ്റെ പോരാട്ടത്തിൻ്റെ വലിയ ആവേശമാണ് അല്ലേ? തീർച്ചയായിട്ടും. നന്ദി പ്രജിത്ത് ഞങ്ങളോട് സംസാരിച്ചതിന്. അഭിമന്യുവിൻ്റെ സഹോദരനാണ് ഇപ്പോൾ സംസാരിച്ചത്. വളരെ ശക്തമായ ഭാഷയിലാണ് ഇത്തരം വർഗീയ ശക്തികളുടെ ഈ കൊലപാതക രാഷ്ട്രീയത്തെ നിരാകരിച്ചുകൊണ്ടും തള്ളിക്കളഞ്ഞുകൊണ്ടും കേരളം മുന്നോട്ട് വരേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് അഭിമന്യുവിൻ്റെ സഹോദരൻ സംസാരിച്ചത്. SDPI ആയാലും RSS ആയാലും ഒക്കെ ഒരേ നാണയത്തിൻ്റെ രണ്ടു വശങ്ങളാണ്. ഈ വർഗീയ ശക്തികൾക്കെതിരായ പോരാട്ടമാണ് കേരളം നടത്തേണ്ടത്. അവിടെയാണ് അഭിമന്യുവിൻ്റെയും സന്ദീപിൻ്റെയും ഒക്കെ ഓർമ്മകളും അവരുടെ നിലപാടുകളും ഊർജം പകരുന്നത് എന്നാണ് ഇപ്പോൾ അഭിമന്യുവിൻ്റെ സഹോദരൻ കൈരളി ന്യൂസിനോട് പറഞ്ഞത്. ഉറ്റവർ നഷ്ടപ്പെടുമ്പോഴും തികഞ്ഞ ബോധ്യത്തോടെ, പൊതുബോധത്തോടെ, രാഷ്ട്രീയ ബോധ്യത്തോടെ നിലപാടുകൾ പറയുന്ന ഇവരൊക്കെ സത്യത്തിൽ വലിയ നിലയിൽ ആദരിക്കപ്പെടേണ്ടവരാണ്. ആ നിലയിൽ അവരുടെ വാക്കുകളെ വിലമതിക്കുന്നു. ആദരവോടെ അത് കേരളം ഏറ്റെടുക്കുകയാണ്. കേരള ന്യൂസിലൂടെയാണ് അഭിമന്യുവിൻ്റെ സഹോദരൻ ഈ ഘട്ടത്തിൽ ഇപ്പോൾ സംസാരിച്ചത്. മനീഷ് അവിടെ നിന്ന് ചേരുന്നുണ്ട്. മനീഷ്, ഞാൻ നേരത്തെ മനീഷ് സംസാരിച്ചു വന്നപ്പോൾ ഒന്നിടപെട്ടത് അഭിമന്യുവിൻ്റെ സഹോദരൻ നമ്മൾക്കൊപ്പം ടെലിഫോണിൽ വന്ന് സംസാരിക്കുകയായിരുന്നു. ഇത്തരം കൊലപാതകങ്ങളിൽ തീരുന്നതല്ല കേരളത്തിൻ്റെ രാഷ്ട്രീയ ആവേശം, അതിലെ നിലപാടുകൾ എന്നാണ് അഭിമന്യുവിൻ്റെ സഹോദരൻ പറഞ്ഞു വെച്ചത്. അവിടെ വന്ന് നടന്നു മറയുന്ന മനുഷ്യർ ഇങ്ങനെ ചേതനയേറ്റ സന്ദീപിൻ്റെ മുഖത്തേക്ക് അല്ലെങ്കിൽ ആ ശരീരത്തിലേക്ക് ഒരു വേളയൊന്ന് നോക്കുമ്പോൾ അവരുടെ മനസ്സിലൂടെ കടന്നു പോകുന്നത് കഴിഞ്ഞ കാലങ്ങളിൽ തങ്ങളുടെ നാട്ടിൽ പൊതുപ്രവർത്തനം നടത്തിയ CPIഎമ്മിൻ്റെ സജീവ പ്രവർത്തകനായി പ്രവർത്തിച്ച സന്ദീപിനെക്കുറിച്ചുള്ള 1000 ഓർമ്മകളാകും. അതുറപ്പ്. മനീഷ്, പൊതുസമൂഹം ശ്രമിച്ചത് തിരുവല്ലയിലെ CPIഎമ്മിൻ്റെ ഏരിയ കമ്മിറ്റി ഓഫീസിലാണ് ഇപ്പോൾ സന്ദീപിൻ്റെ മൃതദേഹം പൊതുദർശനത്തിന് വെച്ചിട്ടുള്ളത്. ഇതറിഞ്ഞ് അവിടേക്ക് ആളുകൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അവസാനമായി ഒരു നോക്ക് കാണാൻ, സന്ദീപിനെ കാണാനാണ് അവിടേക്ക് ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നേതാക്കൾ, ജനപ്രതിനിധികൾ ഒക്കെ എത്തിച്ചേരുന്നുണ്ട്. ഇവിടെ നിന്നാണ് അല്പം കഴിഞ്ഞ് സന്ദീപിൻ്റെ നാട്ടിലേക്ക്, വീട്ടുവളപ്പിലേക്ക് മൃതദേഹം കൊണ്ടുപോവുക. അവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ആളുകൾ സന്ദീപിന് അന്തിമോപചാരം അർപ്പിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.
ബൈക്കിറങ്ങി തിരിച്ച ഒരു മനുഷ്യ സ്നേഹിയാണ് സഖാവ് സന്ദീപ്. തിരുവല്ലയിൽ പൊതുദർശനം തുടരുകയാണ്. സന്ദീപിൻ്റെ കൊലപാതകത്തെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അപലപിച്ചു എന്നതുകൂടിയുണ്ട്. ഇപ്പോൾ മാത്യു ടി തോമസ് MLA ചാത്തങ്കിരി മേപ്പാൽ പ്രദേശങ്ങൾ അവിടെയുള്ള മറ്റു സഹക്കളോടൊപ്പം വളരെ സാഹസികമായി ഇടപെട്ടാണ് നിരവധി ആളുകളുടെ ജീവൻ രക്ഷിക്കാൻ അന്ന് സഖാവ് സന്ദീപ് നേതൃത്വം കൊടുത്തത്. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ നിന്ന് ആവശ്യത്തിന് ആളുകളെ എത്തിക്കാൻ, ക്യാമ്പുകളിൽ എത്തിച്ചേരാൻ കഴിയാത്തവർക്ക് ഭക്ഷണം എത്തിക്കാൻ ഏറ്റവും സജീവമായി പ്രവർത്തിച്ച ഒരു പരോപകാരി. കോവിഡ് കാലത്ത് ഞാൻ ഓർമ്മിക്കുന്നു, BPL കുടുംബങ്ങൾക്ക് സൗജന്യമായി മരുന്ന് കൊടുക്കുന്ന, സ്പോൺസർമാരിലൂടെ മരുന്ന് കണ്ടെത്തി കൊടുക്കുന്ന പദ്ധതി കക്ഷി രാഷ്ട്രീയം നോക്കാതെയും UDF-കാരുടെയും BJP-കാരുടെയും വീടുകളിൽ പോലും മരുന്ന് എത്തിച്ചു കൊടുക്കുവാൻ വേണ്ടി പ്രയത്നിച്ച ഒരു മനുഷ്യ സ്നേഹിയെ എങ്ങനെ അറുകൊല ചെയ്യാൻ ഇവർക്ക് കഴിഞ്ഞുവെന്ന് എനിക്കറിയില്ല. ചുരുങ്ങിയൊരു കാലം നമ്മുടെ ഇടയിൽ നല്ല മാതൃകകൾ സൃഷ്ടിച്ച്, നന്മ മാത്രം ചെയ്ത്, വിശ്വസിച്ച ആദർശങ്ങളിൽ അടിയുറച്ചു നിന്ന് അതിനുവേണ്ടി യത്നിച്ച് ചുരുങ്ങിയ കാലം ജീവിതം ധന്യമാക്കി സഖാവ് സന്ദീപ് നമുക്ക് ഓർമ്മിക്കാം. ആ ധീര രക്തസാക്ഷിത്വത്തിന്റെ മുമ്പിൽ പ്രമാണം അർപ്പിക്കുന്നു, അനുശോചനം അറിയിക്കുന്നു. ബഹുമാനപ്പെട്ട കേരളത്തിന്റെ സംസ്ഥാന സഹകരണ രജിസ്ട്രേഷൻ മന്ത്രി സഖാവ് PN വാസവൻ സഖാവ് ഇപ്പോൾ ആദരങ്ങൾ അർപ്പിച്ചു. CPIM-ന്റെ കോട്ടയം ജില്ലാ സെക്രട്ടറി പ്രിയപ്പെട്ട സഖാവ് AV റസൽ ഇപ്പോൾ ആദരങ്ങൾ അർപ്പിച്ചു. ഉണ്ടെങ്കിൽ അവിടെ ഇപ്പുറത്തോട്ടിരിക്കാം സാർ. ചേരുന്നുണ്ട് അവിടെ നിന്ന്. മനീഷ, ഇപ്പോൾ മന്ത്രി VN വാസവൻ അവിടെ എത്തി. അല്പം മുമ്പ് മാത്യു ടി തോമസ് സംസാരിച്ചപ്പോൾ സന്ദീപ് ഈ കേരളത്തിൻ്റെ പ്രതിസന്ധി കാലത്ത് പ്രളയത്തിലൊക്കെ പെട്ടുപോയ തിരുവല്ല പ്രദേശത്തൊക്കെ പ്രവർത്തിച്ചതിനെക്കുറിച്ചൊക്കെയാണ് പറഞ്ഞത്. രാഷ്ട്രീയ ഭേദമില്ലാതെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച ഒരു നേതാവിൻ്റെ നഷ്ടം, രാഷ്ട്രീയ എതിരാളികൾ ആ ജീവനെടുക്കുമ്പോൾ സന്ദീപിനെക്കുറിച്ച് മാത്യു ടി തോമസ് പറഞ്ഞത് ഒരു വലിയ നിലയ്ക്ക് കേരളം കേൾക്കേണ്ടത് കൂടിയാണ്. നേതാക്കളൊക്കെ എത്തിക്കൊണ്ടിരിക്കുകയാണല്ലേ? അതേ, ഇപ്പോൾ അവസാനമായി സഹകരണ മന്ത്രി VN വാസവൻ, അതുപോലെ തന്നെ CPIM-ന്റെ കോട്ടയം ജില്ലാ സെക്രട്ടറി AV റസൽ തുടങ്ങിയ ആളുകളാണ് സന്ദീപിനെ അന്ത്യോപചാരം അവർ അരയ്ക്കാനായി എത്തിയത്. ഈ മാത്യു ടി തോമസ് പറഞ്ഞ പല കാര്യങ്ങളുണ്ട്. അതായത് ഇത്രയും നിഷ്കളങ്കനായ, നിസ്വാർത്ഥനായ, വളരെ പ്രിയങ്കരനായിട്ടുള്ള ഒരാളെ എങ്ങനെ ഇത്ര ക്രൂരമായി 10-16 മുറിവുകൾ അദ്ദേഹത്തിന്റെ ദേഹത്ത് തന്നെ ഉണ്ടായിരുന്നു. വലിയ ആഴത്തിലുള്ള വലിയ മുറിവുകളും വെട്ടുകൊണ്ട പാടുകളും കുത്തിയ പാടുകളും ഒക്കെ തന്നെ വളരെ ആസൂത്രിതമായി നടത്തിയ ഒരു കൊലപാതകം. ഇത്തരത്തിലൊരാളെ എങ്ങനെ ആസൂത്രിതമായി കൊല ചെയ്യാൻ പ്രേരിപ്പിച്ച ഘടകം എന്താണ്? അത് രാഷ്ട്രീയം തന്നെയാണ് തുടങ്ങിയ കാര്യങ്ങളാണ് മാത്യു ടി തോമസ് പറഞ്ഞത്. എന്താണെങ്കിലും ആളുകൾ ഇവിടേക്ക് ഇപ്പോഴും എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നേരത്തെ 5 മിനിറ്റ് നേരം ഏരിയ കമ്മിറ്റി ഓഫീസിൽ നിൽക്കാനായിരുന്നു നേരത്തെ തീരുമാനിച്ചിരുന്നെങ്കിൽ പോലും ഇപ്പോൾ 15 മിനിറ്റോളം കഴിഞ്ഞിരിക്കുകയാണ്. ഇവിടെ നിന്ന് വേണം ഇനി അടുത്ത സ്ഥലത്തേക്ക് മന്ത്രി ശ്രീ VN വാസവൻ കൊണ്ടുപോകേണ്ടത്. ഈ വാർത്ത നമ്മുടെ നാടാകെ വലിയ രൂപത്തിൽ ഞെട്ടലോടുകൂടി കേൾക്കുമ്പോൾ നമുക്ക് ഏവർക്കും പ്രിയങ്കരനും സന്ദീപിന്റെ വേർപാട് താങ്ങാനാവാത്ത ഒരു പൊതുപ്രവർത്തകൻ എങ്ങനെയായിരിക്കണമോ ആ നിലയിൽ ഏറ്റവും ഊർജ്ജസ്വലമായി നാടിൻ്റെ ജനകീയ പ്രശ്നങ്ങളെ എടുത്തു അതിന് പരിഹാരം കാണാൻ വേണ്ടി എല്ലായ്പ്പോഴും ജനങ്ങളോടൊപ്പം നിലകൊണ്ടും
അദ്ദേഹം നടത്തിയിട്ടുള്ള സുദീർഘമായ സേവനങ്ങൾ, പഞ്ചായത്ത് മെമ്പർ എന്ന രൂപത്തിൽ അദ്ദേഹത്തിന് തൻ്റെ ദൗത്യം കൃത്യമായി പൂർത്തീകരിക്കുകയും അതിനുശേഷം പിന്നീട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെ പെരിങ്ങൽ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എന്നുള്ള നിലയ്ക്ക് മികച്ച സംഘാടകനും അതുപോലെ തന്നെ പൊതുജനങ്ങളുടെ ഏതു തരത്തിലുള്ള പ്രശ്നങ്ങളിലും സമയോചിതമായും സന്ദർഭോചിതമായും ഇടപെട്ട് അതിന് പരിഹാരം കാണാൻ വേണ്ടി ധീരമായ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോയിരുന്ന ഊർജ്ജസ്വലനായ പ്രവർത്തകനാണ് സന്ദീപ്. ആ സന്ദീപിനെ എന്തിനാണ് ഇത്തരം അരിങ്കൊല ചെയ്തത്? പൊറുക്കാനാവാത്ത തെറ്റാണ് യഥാർത്ഥത്തിൽ കുറ്റവാളികൾ ചെയ്തിരിക്കുന്നത്. സഖാവിൻ്റെ വേർപാട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന് മാത്രമല്ല, ഈ നാടിനാകെ ഏറ്റവും വേദനാജനകവും വിഷമകരമായ സാഹചര്യങ്ങൾ സൃഷ്ടിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഈ വലിയ രൂപത്തിലുള്ള കൊലക്കത്തിക്കരയായ സംഭവം നാടാകെ പ്രതിഷേധത്തിൻ്റെ ജ്വാല ഉയർത്തിക്കൊണ്ട് മുന്നോട്ട് വന്നാണ് അദ്ദേഹത്തിൻ്റെ വേർപാടിലുള്ള അനുശോചനം രേഖപ്പെടുത്തുന്നത്. അതുകൊണ്ട് ഈ സന്ദർഭത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെ പേരിൽ ഈ സന്ദർഭത്തിൽ സഖാവിൻ്റെ വേർപാടിലുള്ള ദുഃഖവും അനുശോചനവും ഒപ്പം ഈ നീചമായ കുറ്റകൃത്യം ചെയ്ത കുറ്റവാളികൾക്കെതിരെ കർശനമായ നടപടികൾ സ്വീകരിക്കാനും ആ സംഭവത്തിലുള്ള പ്രതിഷേധവും രേഖപ്പെടുത്തുന്നു. ഈ സന്ദർഭത്തിൽ സന്ദീപിന് എല്ലാവിധ അന്ത്യാഭിവാദ്യങ്ങളും അർപ്പിക്കും. CPM-ന്റെ കോട്ടയം സന്ദീപിൻ്റെ മൃതദേഹം തിരുവല്ലയിലെ CPIM ഏരിയ കമ്മിറ്റി ഓഫീസിൽ പൊതുദർശനത്തിന് വെച്ചിരിക്കുകയാണ്. ഒട്ടേറെ ആളുകൾ അവിടേക്ക് എത്തുന്നു സന്ദീപിനെ ഒരു നോക്ക് കാണാൻ. മന്ത്രി VN വാസവനാണ് ഇപ്പോൾ സംസാരിച്ചത്. CPIM-ന് മാത്രമല്ല, കേരളത്തിൻ്റെ പൊതുരംഗത്തിനാകെ വലിയ നഷ്ടമാണ്. അർപ്പണബോധത്തോടെ പ്രവർത്തിക്കുന്ന ഇത്തരം ചെറുപ്പക്കാർ, അവരുടെ ജീവൻ, ഈ രാഷ്ട്രീയ എതിരാളികൾ അവരുടെ രാഷ്ട്രീയ വൈരാഗ്യം തീർക്കാൻ, പക തീർക്കാൻ ജീവനെടുക്കുന്നത് CPIM-ന് മാത്രമല്ല കേരളത്തിൻ്റെ പൊതുരംഗത്തിന് തന്നെ നഷ്ടമാണ് എന്ന വിവരമാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. അതുപോലെ മുമ്പ് മാത്യു ടി തോമസ് ആണ് സംസാരിച്ചത്. അദ്ദേഹം സ്ഥലം MLA കൂടിയായ മുൻ മന്ത്രി. അദ്ദേഹം സന്ദീപിൻ്റെയൊക്കെ ആ പ്രദേശത്തെ പ്രവർത്തനത്തെയൊക്കെ വളരെ അടുത്ത് നിന്ന് നേരിട്ട് മനസ്സിലാക്കിയ ആളെന്നുള്ള നിലയിൽ പ്രളയകാലത്തൊക്കെ തുടർന്ന് ഇങ്ങോട്ടുമൊക്കെ സന്ദീപൊക്കെ പ്രവർത്തിച്ചത്, നേതൃത്വം കൊടുത്ത ആ മേഖലയിലെ മികവിനെക്കുറിച്ചും പ്രവർത്തനത്തെക്കുറിച്ചുമൊക്കെയാണ് മാത്യു ടി തോമസ് സൂചിപ്പിച്ചത്. അതുപോലെ A റഹീം, ജനീഷ് കുമാർ, CPIM-ന്റെ കോട്ടയം, പത്തനംതിട്ട ജില്ലാ സെക്രട്ടറിമാർ ഒക്കെ അവിടെ എത്തിയിട്ടുണ്ട്. മറ്റ് നേതാക്കളൊക്കെ എത്തിയിരിക്കുന്നു. അതിനേക്കാൾ ഉപരി സാധാരണക്കാരായ മനുഷ്യർ തിരുവല്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എത്തിക്കൊണ്ടിരിക്കുകയാണ്. റഹീം സംസാരിക്കാൻ പോകുന്നു. കേരളത്തെ സംബന്ധിച്ച് വളരെ ഞെട്ടലോടെ കടന്നുപോയ മണിക്കൂറുകളാണ് സഖാവ് സന്ദീപിൻ്റെ ക്രൂരമായ കൊലപാതകത്തിന് ശേഷം കേരളത്തിൻ്റെ അനുഭവം. സഖാവ് സന്ദീപിൻ്റെ വളരെ ചുറുചുറുക്കുള്ള അദ്ദേഹത്തിൻ്റെ മുഖവും അതിലുപരി അദ്ദേഹത്തിൻ്റെ രണ്ട് പൊന്നോമനകളുടെ 2 മക്കളുടെ ചിത്രവും കേരളത്തിൻ്റെ മനസ്സിൽ നിന്ന് പെട്ടെന്ന് മാഞ്ഞു പോകുമെന്ന് ഞാൻ കരുതുന്നില്ല. വാക്കുകളെ മുറിക്കുന്ന, നെഞ്ചുലയ്ക്കുന്ന ചിത്രങ്ങളാണ് സഖാവ് സന്ദീപിൻ്റെ ഈ നിഷ്ഠൂരമായ RSS നടത്തിയ കൊലപാതകത്തിന് ശേഷം പുറത്തു വരുന്ന ചിത്രങ്ങൾ. ഇവിടെ സ്ഥലം MLA കൂടിയായ ശ്രീ മാത്യു ടി തോമസ് ഇവിടെ സൂചിപ്പിക്കുകയായിരുന്നു. അല്പം മുമ്പ് അദ്ദേഹം വ്യക്തിപരമായും ഇന്നലെ അദ്ദേഹം മാധ്യമങ്ങളോടും പറയുന്നത് ഞാൻ കേട്ടു. ഈ കഴിഞ്ഞ സന്ദർഭങ്ങളിലെല്ലാം ഒരു പൊതുസേവന പ്രവർത്തകനായി ജനങ്ങൾക്കിടയിൽ നിന്ന സഖാവ് സന്ദീപ് RSSകാരുടെ വീടുകളിൽ പോലും മരുന്നും കിറ്റുമെല്ലാം എത്തിക്കുന്നതിന് വേണ്ടി MLA ആയ അദ്ദേഹത്തിന് മേൽ സമ്മർദ്ദം ചെലുത്തുകയും ഇടപെടുകയും നിരന്തരമായി അവരുടെ വീട്ടിലെ ക്ഷേമങ്ങൾ പോലും അന്വേഷിച്ചിരുന്ന സർവസമ്മതനായിരുന്ന ലക്ഷണമൊത്ത ഒരു പൊതുപ്രവർത്തകനായിരുന്നു സന്ദീപ് എന്ന് സഖാവ്
മാത്യു ടി തോമസ് അവിടുത്തെ MLA അനുസ്മരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഓർമ്മ പങ്കുവയ്ക്കുകയായിരുന്നു. സഖാവ് സന്ദീപ് വാർത്തെടുക്കപ്പെട്ടതൊരു കമ്മ്യൂണിസ്റ്റുകാരനായാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവായ അദ്ദേഹം വരുന്നതിന് മുമ്പ് DYFIയുടെ നേതൃനിരയിൽ പ്രവർത്തിച്ച സഖാവാണ്. DYFIയുടെ മേഖലാ സെക്രട്ടറിയായും DYFIയുടെ ബ്ലോക്ക് നേതൃത്വത്തിലും പ്രവർത്തിക്കുന്നതിനിടയിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് അദ്ദേഹത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്വം ഏൽപ്പിച്ച് പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയായി മാറുന്നത്. ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ച സഖാവ് സന്ദീപ് ഒരു സംശയവും വേണ്ട, പൊതുരംഗത്ത് കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ ഭാവിയിൽ ലഭിക്കും വിധം മികവുറ്റ സംഘാടകനായിരുന്നു, ജനകീയനായിരുന്നു. ആസൂത്രിതമായി നടപ്പിലാക്കിയ കൊലപാതകമാണ്. RSSന് മാപ്പില്ല. RSSൻ്റെ ഈ കൊടും ക്രൂരതയ്ക്കെതിരെ കേരളത്തിലെ പൊതുമനസാക്ഷി ഉണരണം എന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. കൊല്ലപ്പെട്ട പ്രിയപ്പെട്ട സഖാവ് സന്ദീപിൻ്റെ ജ്വലിക്കുന്ന ഓർമ്മകൾക്ക് മുമ്പിൽ, അദ്ദേഹത്തിൻ്റെ ഈ ഭൗതിക ശരീരത്തിൻ്റെ മുമ്പിൽ ഞാനും എൻ്റെ പ്രസ്ഥാനവും ഞാൻ മുഷ്ടി ചുരുട്ടുന്നു, അഭിവാദ്യം ചെയ്യുന്നു. ആസൂത്രിതമായി RSS നടത്തിയ ഈ കൊലപാതകത്തിനെതിരെ രാഷ്ട്രീയ ഭേദമന്യേ കേരളത്തിൻ്റെ പൊതുമനസാക്ഷി ഉണരണം. നാടിൻ്റെ ക്രമസമാധാനം തകർക്കാനും മതമൈത്രി തകർക്കാനും സംഘപരിവാർ നടത്തുന്ന ആസൂത്രിതമായ ഇത്തരം ശ്രമങ്ങൾക്കെതിരെ നാടാകെ ഒന്നിച്ചു ശബ്ദമുയർത്തണമെന്നുകൂടി ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. അവരുടെ കുടുംബത്തിന് ഞാൻ അവരുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നു. പ്രിയപ്പെട്ട സഖാവിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ, ഈ ഭൗതിക ശരീരത്തിന് മുമ്പിൽ ഞാൻ ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്യുന്നു. സന്ദീപിൻ്റെ തിരുവല്ലയിൽ രാഷ്ട്രീയ കൊലക്കത്തിക്ക് ഇരയായ സന്ദീപിൻ്റെ മൃതദേഹം ഇപ്പോൾ പൊതുദർശനത്തിന് വെച്ചിരിക്കുകയാണ്. തിരുവല്ല CPIM ഏരിയ കമ്മിറ്റി ഓഫീസിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ അവിടെ നിന്ന് തത്സമയം എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. സന്ദീപിൻ്റെ മൃതദേഹം ഇപ്പോൾ CPIM തിരുവല്ല ഏരിയ കമ്മിറ്റി ഓഫീസിൽ പൊതുദർശനത്തിന് വെച്ചിരിക്കുകയാണ്. അവിടെ ഇപ്പോൾ കോന്നി MLA ജിനീഷ് കുമാർ സംസാരിക്കുന്നതിലേക്ക്. ക്രിമിനലുകളുടെ മാത്രം താല്പര്യമായിരുന്നില്ല. സന്ദീപിനെ കൊലപ്പെടുത്തിയതിന് പിന്നിൽ RSSൻ്റെ ഗൂഢാലോചനയുണ്ട്, BJP ലീഡർഷിപ്പിൻ്റെ ഉൾപ്പെടെ ഗൂഢാലോചനയുണ്ട്. സന്ദീപിൻ്റെ ഓർമ്മകൾ മരിക്കുകയില്ല. സന്ദീപ് ഈ ലോകത്തു നിന്നും കടന്നു പോവുക ഭൗതിക ശരീരം മാത്രമായിരിക്കും. സന്ദീപിൻ്റെ ഓർമ്മകളിലൂടെ 10,000 സന്ദീപ് പിടിച്ച ചെമ്പതാക കൂടുതൽ ഉയരത്തിലേക്ക് ഉയർത്തിക്കെട്ടുമെന്ന് സന്ദീപിൻ്റെ ഭൗതിക ശരീരത്തിനു മുമ്പിൽ പ്രതിജ്ഞ എടുത്തുകൊണ്ട് പ്രിയപ്പെട്ട സഖാവിൻ്റെ വേർപാടിൽ അനുശോചനം അറിയിക്കുന്നു. മനീഷ് അവിടെ നിന്ന് ചേരുകയാണ്. മനീഷ്, ഇപ്പോൾ തിരുവല്ലയിലെ പൊതുദർശനം ആളുകൾ ഒരുപാട് എത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നീണ്ടുപോവുകയാണോ? നേതാക്കളും ജനപ്രതിനിധികളുമൊക്കെ അവിടേക്ക് എത്തിയിട്ടുണ്ട്. മൃതദേഹത്തിൽ ചെമ്പതാക പുതപ്പിച്ചു. അവിടെ പാർട്ടി നേതാക്കളൊക്കെയുണ്ട്. എത്ര നേരം, എങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു ക്രമീകരണം മനീഷ? അല്പസമയത്തിന് ശേഷം സെക്രട്ടേറിയറ്റ് അംഗവും ധനകാര്യമന്ത്രി കൂടിയായിട്ടുള്ള KN ബാലഗോപാൽ ഇവിടേക്ക് എത്തിച്ചേരും. അദ്ദേഹം എത്തിച്ചേർന്നാൽ അതിനുശേഷമായിരിക്കും ഇവിടെ നിന്നും ഈ പൊതുദർശനത്തിനായി പെരിങ്ങന ലോക്കൽ കമ്മിറ്റി ഓഫീസിലേക്ക് മാറ്റുക. അല്പസമയത്തിന് ശേഷം തന്നെ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം ഇവിടെ നിന്നും മാറ്റി പെരിങ്ങന ലോക്കൽ കമ്മിറ്റി ഓഫീസിലേക്ക് മാറ്റും. ആ രീതിയിലുള്ള ക്രമീകരണങ്ങളാണ് നടക്കുന്നത്. മന്ത്രി KN ബാലഗോപാൽ ഇങ്ങോട്ടേക്ക് എത്തുന്നതിൻ്റെ ഒരു താമസം ഉള്ളതുകൊണ്ടാണ് അല്പസമയം കൂടി ഇവിടെ നിന്ന് താമസിക്കുന്നത്. എന്താണെങ്കിലും വലിയ രീതിയിലുള്ള ആളുകളാണ് ഇപ്പോഴും ഈ ഏരിയ കമ്മിറ്റി ഓഫീസിലേക്ക് എത്തുന്നത്. നിലവിൽ ക്രമീകരണങ്ങളെ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെന്ന് കൂടിയുള്ള കാര്യങ്ങൾ കൂടി ആലോചിക്കുകയാണ്. എന്താണെങ്കിലും നിലവിൽ കാത്തു നിൽക്കുന്നവർ, ഈ അദ്ദേഹത്തിൻ്റെ അവസാനമായി ഒരു നോക്ക് കൂടി കാണാൻ കാത്തു നിൽക്കുന്ന ആൾക്കാരെ ഇപ്പോൾ കടത്തിവിടുകയാണ്. അവരെയാണ് ഇപ്പോൾ നിലവിൽ അകത്തേക്ക് അദ്ദേഹത്തിനെ കാണാൻ വേണ്ടി അകത്തേക്ക് പ്രവേശിപ്പിക്കുന്നത്. തിരുവല്ലയിൽ പൊതുദർശനം പുരോഗമിക്കുകയാണ്. സന്ദീപിൻ്റെ മൃതദേഹം CPIM തിരുവല്ല ഏരിയ കമ്മിറ്റി ഓഫീസിലാണ് പൊതുദർശനത്തിന്
വെച്ചിരിക്കുന്നത്. അവിടെയാണ് നേതാക്കൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. സന്ദീപിനെ അവസാനമായി ഒരു നോക്ക് കാണാൻ സുഹൃത്തുക്കളും സഖാക്കളും സഹപ്രവർത്തകരുമൊക്കെ എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർക്ക് മുമ്പാകെ എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. സന്ദീപിൻ്റെ രാഷ്ട്രീയ കൊലപാതകം, കേരളത്തിൽ വീണ്ടും ഒരു രാഷ്ട്രീയ കൊലപാതകം, അതിന് പിന്നിലെ കാരണങ്ങൾ, അതിന് പിന്നിൽ സംഭവിച്ചിട്ടുള്ള ഗൂഢാലോചന, അതിൻ്റെ രാഷ്ട്രീയ താല്പര്യങ്ങൾ, സന്ദീപിനെ പോലെയുള്ള പൊതുജന സമ്മതരായിട്ടുള്ള പൊതുപ്രവർത്തകർ ഈ വിധം കൊലക്കത്തിക്കിരയായി ജീവൻ നഷ്ടപ്പെടുന്ന ഒരു ഘട്ടത്തിൽ അത് വലിയ തോതിൽ കേരളം ചർച്ച ചെയ്യുകയാണ്. അവിടെ കൂടിയ ജനപ്രതിനിധികളൊക്കെ കേരളത്തിൻ്റെ ഈ പ്രളയം പോലെയുള്ള കാലത്ത് തുടർന്ന് ഇങ്ങോട്ടൊക്കെയുള്ള കാലത്ത് സന്ദീപൊക്കെ നേതൃപരമായി തിരുവല്ലയുടെ ആ മേഖലകളിൽ പ്രവർത്തിച്ചതിനെക്കുറിച്ചൊക്കെ മാത്യു ടി തോമസ് പറയുകയുണ്ടായി. അപ്പോൾ ആ വിധത്തിൽ രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസങ്ങൾക്കെല്ലാം അപ്പുറം തൻ്റെ നാട്ടിൽ മറ്റ് സംഘർഷങ്ങൾ ഉണ്ടാവാതിരിക്കാൻ സന്ദീപ് അടക്കമുള്ള CPIM പ്രവർത്തകർ നിരന്തരം ജാഗ്രത പുലർത്തിയിരുന്നു. ആ മണ്ണിലാണ് RSSൻ്റെ നേതൃത്വത്തിൽ ഇപ്പോൾ നിഷ്ഠൂരമായ കൊലപാതകം നടന്നത്. കായികമായി ഇല്ലാതാക്കിയെങ്കിലും സന്ദീപിൻ്റെ തെളിമയുള്ള രാഷ്ട്രീയ ജീവിതം നാടാകെ എല്ലാ കാലവും ഓർത്തുവെക്കും. നാട്ടുകാർക്ക് എന്നും പ്രിയപ്പെട്ട ജനകീയനായ രാഷ്ട്രീയ പ്രവർത്തകനായിരുന്നു സന്ദീപ്. പ്രളയകാലത്തും കോവിഡ് മഹാമാരിക്കാലത്തും മുഴുവൻ സമയവും അദ്ദേഹം ജനങ്ങൾക്കൊപ്പമായിരുന്നു. കക്ഷി രാഷ്ട്രീയ ഭേദമില്ലാതെ എല്ലാ വിഭാഗം ആളുകളുടെയും പ്രശ്നങ്ങളിൽ നിരന്തരം ഇടപെട്ടിരുന്ന മനുഷ്യസ്നേഹിയായിരുന്നു അദ്ദേഹം. കലാലയ രാഷ്ട്രീയത്തിലൂടെയാണ് സന്ദീപിന്റെ പൊതുപ്രവർത്തനം ആരംഭിക്കുന്നത്. ചങ്ങനാശ്ശേരി NSS കോളേജിൽ വെച്ച് സന്ദീപ് SFIയിൽ സജീവമായി. ABVPക്ക് വലിയ സ്വാധീനമുണ്ടായിരുന്ന കോളേജിൽ SFIയെ ശക്തിപ്പെടുത്തി. കോളേജ് വിദ്യാഭ്യാസത്തിന് ശേഷം DYFI മേഖലാ സെക്രട്ടറിയായി പ്രവർത്തിച്ചിരുന്ന ഘട്ടത്തിൽ തന്നെ CPIM ലോക്കൽ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ടു. പെരിങ്ങര പഞ്ചായത്ത് അംഗമായും പ്രവർത്തിച്ചിട്ടുണ്ട്. 27 വർഷത്തിന് ശേഷം പെരിങ്ങര പഞ്ചായത്ത് ഭരണം LDF പിടിച്ചെടുക്കുന്നതിൽ സന്ദീപിന്റെ പങ്ക് നിർണായകമായിരുന്നു. സമീപകാലത്ത് പ്രദേശത്തെ നിരവധി BJP പ്രവർത്തകർ CPMനൊപ്പം ചേർന്ന് പ്രവർത്തിച്ചിരുന്നു. ഇതെല്ലാം സന്ദീപ് RSSന്റെ കണ്ണിലെ കരടാവുന്നതിന് കാരണമായി. രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസങ്ങൾക്കപ്പുറം തന്റെ നാട്ടിൽ മറ്റ് സംഘർഷങ്ങൾ ഉണ്ടാവാതിരിക്കാൻ സന്ദീപ് അടക്കമുള്ള CPM പ്രവർത്തകർ നിരന്തരം ശ്രദ്ധ പുലർത്തിയിരുന്നു. ആ മണ്ണിലാണ് RSSന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ നിഷ്ഠൂരമായ കൊലപാതകം നടന്നത്. അതിനവർ ഇരയാക്കിയതാവട്ടെ നാടിന്റെ ജനകീയ നേതാവിനെയും. സംഘർഷങ്ങൾ സൃഷ്ടിച്ച് നാടിന്റെ സമാധാനം തകർക്കുവാനുള്ള RSS പദ്ധതിയുടെ മറ്റൊരിരയായി സന്ദീപ് മാറി. കായികമായി ഇല്ലാതാക്കിയെങ്കിലും സന്ദീപിന്റെ തെളിമയുള്ള രാഷ്ട്രീയ ജീവിതം നാടാകെ എല്ലാ കാലവും ഓർത്തുവെക്കും. ന്യൂസ് ഡെസ്ക് കൈരളി ന്യൂസ്. സന്ദീപിനെ കുറിച്ചുള്ള നല്ല ഓർമ്മകൾ, പൊതുപ്രവർത്തനത്തിലെ തെളിമയാർന്ന ശൈലി, ഇതെല്ലാം സന്ദീപിൻ്റെ കൊലപാതകം വിവരം പുറത്തുവന്ന നിമിഷം മുതൽ തന്നെ ആളുകളുടെ മുമ്പിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് സാക്ഷ്യപ്പെടുത്തുകയാണ് സഹപ്രവർത്തകരായാലും ജനപ്രതിനിധികളായാലും ഒക്കെ. അതുപോലെ തന്നെ ഇന്നലെ 8 മണിക്ക് ഈ സംഭവം ഉണ്ടായതിനു ശേഷം തുടർന്നിങ്ങോട്ട് ഈ കൊലപാതകം എന്ത് സാഹചര്യത്തിൽ, ഏത് തരത്തിലുള്ള വൈരാഗ്യം, വ്യക്തിവൈരാഗ്യമാണ് ഇതിന് പിന്നിൽ, ഏത് തരത്തിലുള്ള രാഷ്ട്രീയ താല്പര്യമാണ്, ഗൂഢാലോചനയാണ്, രാഷ്ട്രീയ വൈരാഗ്യമാണ് ഈ രാഷ്ട്രീയ കൊലപാതകത്തിന് പിന്നിലുള്ളത് എന്നുള്ളതാണ് കൈരളി ന്യൂസ് പുറത്തു കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ വന്ന ഏറ്റവും പുതിയ 5ാം പ്രതിയും പിടിയിലായി. 4 RSS പ്രവർത്തകർ മുൻപ് പിടിയിലായിരുന്നു. അതിൽ 5ാമിന് വേണ്ടിയുള്ള തെരച്ചിൽ ഊർജിതം. 5ാം പ്രതി അഭി പിടിയിലായി. 5ാമൻ പിടിയിലായിട്ടുണ്ട്. പ്രതി എടത്വായിൽ നിന്ന് പിടിയിലായി. നേരത്തെ മറ്റ് 4 പേരും ആലപ്പുഴ ജില്ലയിലെ തന്നെ കരുവാറ്റയിൽ നിന്നാണ് പിടിക്കപ്പെട്ടത് എങ്കിൽ ഇയാളിപ്പോൾ ഈ അഭി എന്ന മറ്റൊരു പ്രതി പിടിക്കപ്പെട്ടിട്ടുള്ളത് എടത്വായിൽ നിന്നാണ് എന്ന പ്രധാനപ്പെട്ട വിവരമാണ് പുറത്തു വന്നിട്ടുള്ളത് എന്നതുകൂടി പങ്കുവെച്ചുകൊണ്ട് മിഡ് ഡേ ന്യൂസ് തൽക്കാലം ഇവിടെ അവസാനിക്കുന്നു.